നിങ്ങൾ കേട്ട് ശീലിച്ച അല്ലെങ്കിൽ വായിച്ച് ശീലിച്ച കഥകളിൽ നിന്നും സ്വല്പം വ്യത്യസ്തമാർന്നൊരു കഥയാണിത്. ഇതേപോലൊരു കഥ ഇത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ടിരിക്കാം, ചിലർക്ക് ഇതിലെ അഭിപ്രായവും ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്യൂപ്പക്ക് നൽകിയ അംഗീകാരം ഇതിനും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. താങ്ക് യു. മകളിൽ നിന്നും ഭാര്യയിലേക്ക്. ഐസിയുവിൻ്റെ ചില്ലുജാലകത്തിന് ഇപ്പുറം നിൽക്കുമ്പോൾ അയാൾക്ക് കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അകത്ത് കിടന്ന് ജീവന് വേണ്ടി മല്ലിടുന്ന മകളിലേക്ക് തന്നെ സെബാസ്റ്റ്യൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഒരു വേള അവൾക്ക് ബോധം വരുന്നതും തന്നെ കാണുമ്പോൾ പപ്പ എന്ന് വിളിക്കുന്നതും കാത്ത് ആ നിൽപ്പ് സെബാസ്റ്റ്യൻ തുടർന്നു. നേരത്തോട് നേരമായി എന്തെങ്കിലും കഴിച്ചിട്ട് അയാളുടെ ആമാശയം പണിപ്പെട്ട് അത് അയാളെ ഒന്ന് അറിയിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി നോക്കി. ഇപ്പോൾ അയാളുടെ മകളിൽ ജീവിക്കുകയാണ്. ഇന്നേരം വിശപ്പിൻ്റെയോ ദാഹത്തിൻ്റെയോ സിഗ്നൽ ഇതിലേക്ക് കയറില്ലെന്ന് തലച്ചോർ ആമാശയത്തിനു മുന്നിൽ കൈമലർത്തി. മകളിലേക്ക് തന്നെ നോക്കി നിൽക്കെ അത് തൻ്റെ മകളുടെ ഒരു നിഴൽ രൂപമാണെന്ന് സെബാസ്റ്റ്യന് തോന്നി. വാടി തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടി ശ്വാസത്തിനു വേണ്ടി മല്ലിടുന്നുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ഐസിയുവിൻ്റെ വാതിൽക്കൽ നിൽക്കല്ലേ സാർ. ഡോക്ടർ വന്നു കണ്ടാൽ ഞങ്ങളെ വഴക്ക് പറയും. ഇവിടെ ഈ ചെയറിൽ ഇരുന്നോളൂ. തൊട്ടപ്പുറത്തുള്ള കസേര ചൂണ്ടിക്കാട്ടി ഒരു മാലാഖ അയാളോട് പറഞ്ഞു. അയാൾക്കപ്പോൾ മാലാഖയുടെ തലക്ക് മുകളിലുള്ള വെളുത്ത വട്ടം വ്യക്തമായി കാണാനുണ്ടായിരുന്നു. സിസ്റ്റർ, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? ആ ഒരു മണിക്കൂറിനിടെ ആദ്യമായി ചോദിക്കുന്ന പോലെ അയാൾ 100ാമതായി പിന്നെയും മകളെക്കുറിച്ച് മാലാഖയോട് ചോദിച്ചു. പെൺകുട്ടികൾ എന്തെങ്കിലും വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് മുഖവുരക്കെടുക്കണം. അല്ലാതെ ദുരഭിമാനവും പേറി നാട്ടുകാരെയും പേടിച്ചിരുന്നാൽ ഇങ്ങനെ ഇരിക്കും. അയാളുടെ കണ്ണുകളിലെ വെളിച്ചം മാലാഖയുടെ വാക്കുകൾ ഊതിക്കെടുത്തി. മാലാഖയുടെ തലക്ക് ചുറ്റും പരന്ന പ്രകാശവലയം മായ്ഞ്ഞു പോകുന്നത് അയാൾ കണ്ടു. നിർവികാരനായി അയാൾ മാലാഖ പറഞ്ഞ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. വല്ലാതെ ഒറ്റപ്പെട്ടു പോയതുപോലെ അയാൾക്ക് തോന്നി. ജീവന് തുല്യം താൻ സ്നേഹിച്ച മകളെ ഓർക്കെ സെബാസ്റ്റ്യന് നെഞ്ചു നേറി. ഐസിയുവിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് സെബാസ്റ്റ്യൻ പതിയെ വരാന്തയിലേക്ക് തിരിഞ്ഞിരുന്നു. ഒരു സ്ത്രീ ആയാസപ്പെട്ട് നടന്നു വരുന്നത് അയാളുടെ കണ്ണിലുടക്കി. വയറു താങ്ങിയാണ് ആ വരവ്. കണ്ടാൽ അറിയാം ഇരട്ടക്കുട്ടികളാണെന്ന്. ആ രൂപം അയാളെ ഓർമ്മകളിലേക്ക് തള്ളിവിട്ടു. ഒരു നിമിഷം അയാളുടെ ഭാര്യയുടെ മുഖം മനസ്സിലേക്ക് ഓടിവന്നു. ഇരട്ടക്കുട്ടികളാണെന്ന് പറഞ്ഞ അന്നു മുതൽ വയറില്ലെങ്കിലും അവൾ വയറു താങ്ങിയായിരുന്നു നടപ്പ്. ഇരിക്കാനും നിൽക്കാനും ഒക്കെ പ്രയാസമായിരുന്നു. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഏതു നേരവും മനം പുരട്ടലും ഛർദിയും തന്നെയായിരുന്നു. അയാളുടെ ഭാര്യയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. ഞാൻ എന്തിനാണ് ഇപ്പോൾ ആ നെറികെട്ടവളെക്കുറിച്ച് ആലോചിക്കുന്നത്? സെബാസ്റ്റ്യൻ സ്വന്തം തലച്ചോറിനെ ശാസിച്ചു. ഈ സിഗ്നൽ എപ്പോൾ ഉള്ളിൽ കയറി എന്നർത്ഥത്തിൽ തലച്ചോർ വായും പൊളിച്ചിരുന്നു. കുറച്ചു മാറിയിരിക്കുന്ന ഹൃദയം ഒരു കള്ളച്ചിരി ചിരിച്ചു. തലച്ചോർ ഹൃദയത്തെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇനി അയാളുടെ ഭാര്യയെക്കുറിച്ചുള്ള സിഗ്നൽ ആവർത്തിക്കരുത് എന്ന് ഹൃദയത്തെ താക്കീത് ചെയ്തു. ഹൃദയം ആ താക്കീത് ഒന്ന് പുച്ഛിച്ചു വിട്ടു. ഞാൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് അടുത്തിരിക്കുന്ന ശ്വാസകോശത്തോട് അടക്കം പറഞ്ഞു ഹൃദയം. ഇനി രണ്ടും കൂടെയുള്ള തമ്മിലടി കാണണമെന്നോർക്കെ ശ്വാസകോശം ആഞ്ഞൊരു ശ്വാസം കൂടി വലിച്ചു വിട്ടു. എടാ പതിയെ വിടടാ, ഞാൻ തെറിച്ചു പോകുമെന്ന് ഹൃദയം. എത്ര അടക്കി നിർത്തിയിട്ടും പിന്നെയും കണ്ണുകൾ ആ പെൺകുട്ടിയിലേക്ക് തന്നെ പാഞ്ഞു സെബാസ്റ്റ്യൻ്റെ. അത് ആ വയറും തങ്ങി ആയാസപ്പെട്ട് നടക്കുന്നതും ഇരിക്കുന്നതും നീര് വന്നും മുട്ടിയ അതിൻ്റെ കാലുകളും കുഴിഞ്ഞ കണ്ണുകളും അയാൾ പിന്നെയും അയാളുടെ ഭാര്യയുടെ ഓർമ്മകളിലേക്ക് ചേക്കേറി. നീയും അവന് സപ്പോർട്ടാണല്ലേ? തലച്ചോർ കണ്ണിനെ വഴക്ക് പറഞ്ഞു. കണ്ണൊന്ന് ചിമ്മി അടച്ചുകൊണ്ട് ആശ എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്നും പറഞ്ഞ് വീണ്ടും ഐസിയുവിലേക്ക് തന്നെ നോട്ടം പായിച്ചു. തലച്ചോർ നേരത്തെ ഹൃദയം തന്ന പുച്ഛം തിരിച്ച് ഹൃദയത്തിന് തന്നെ കൊടുത്തു. മൃദുലയുടെ കൂടെ വന്നതാരാ? ഐസിയുവിൽ നിന്നും മറ്റൊരു മാലാഖ തല പുറത്തേക്ക് ഇട്ടു. ഞാനാ. അയാൾ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. അറിയാലോ, AB നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടെ ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ അല്ല. ഡോണറെ നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അയാൾ നിന്നിടത്ത് നിന്ന് ഉരുകി. ആരെ വിളിക്കും? ആരോട് സഹായം ചോദിക്കും? സെബാസ്റ്റ്യൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അടുത്ത സുഹൃത്തായ രവിയുടെ മുഖമാണ് പെട്ടെന്ന് സെബാസ്റ്റ്യൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. അവനിപ്പോൾ എറണാകുളത്ത് തന്നെയുണ്ട്. അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. മകൾക്കാണെന്ന് പറഞ്ഞാൽ തരാതിരിക്കില്ല. മാത്രവുമല്ല അവനെ താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവനുള്ള കമ്പനിയും വീടും എല്ലാം താൻ ചെയ്തു കൊടുത്ത സഹായങ്ങളിൽ നിന്നുണ്ടായതാണെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും. നന്ദിയുള്ളവനാ. പിന്നെ ഒന്നും ആലോചിച്ചില്ല. സെബാസ്റ്റ്യൻ ഫോണിൽ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്തു. ബന്ധുവാര് ശത്രുവാര്, ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ, ബന്ധുവാര് ശത്രുവാര്. രവിയുടെ നമ്പറിൽ നിന്നും ഒരു ഗാനം സെബാസ്റ്റ്യൻ്റെ ചെവിയിലേക്ക് നുഴഞ്ഞു കയറി. ഹലോ സെബാസ്റ്റ്യ, എന്തുണ്ട് വിശേഷം? അപ്പുറത്ത് നിന്നും രവിയുടെ ശബ്ദം. രവി, ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം.
സെബാസ്റ്റ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ പറയടാ, എന്താ കാര്യം? നടന്ന കാര്യങ്ങൾ ഓരോന്നായി സെബാസ്റ്റ്യൻ എണ്ണി പറയുമ്പോൾ രവി അപ്പുറത്ത് നിന്നും മൂളി കേൾക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രവി, നിന്റെ ബ്ലഡ് AB നെഗറ്റീവ് അല്ലേ? മോൾക്ക് കുറച്ച് ബ്ലഡ് വേണമെടാ. സെബാസ്റ്റ്യൻ്റെ തൊണ്ടയിടറി. ആ അത് സെബാസ്റ്റ്യ, ഞാൻ വേറൊരു ആവശ്യത്തിന് അത്യാവശ്യമായി പോവാൻ ഇറങ്ങിയേക്കുക. ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. അത്രയും പറഞ്ഞ് ഫോൺ കട്ടാക്കി രവി. സെബാസ്റ്റ്യൻ തരിച്ചിരുന്നു പോയി. സെബാസ്റ്റ്യൻ്റെ നെഞ്ചിടിപ്പ് ഏറി. ഇനി ഞാൻ ആരെ വിളിക്കും? ആരോട് സഹായം ചോദിക്കും? അയാൾക്ക് തൊണ്ടയിലെ വെള്ളം വറ്റുന്ന പോലെ തോന്നി. തല കറങ്ങുന്ന പോലെയും. ഒറ്റപ്പെടൽ ഒരു ചുഴി തന്നെയാണെന്ന് സെബാസ്റ്റ്യൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. വീണ്ടും ഒരു അരമണിക്കൂറിന് ശേഷം അയാൾ പിന്നെയും രവിയെ വിളിച്ചു. 1 വട്ടം, 2 വട്ടം, 3 വട്ടം. അപ്പുറത്തെ ബന്ധുവാരി ശത്രുവാരി പാട്ട് നിലക്കുന്നവരെ അയാൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ വലിയൊരു ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടുത്തിയപ്പോൾ രവി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ സെബാസ്റ്റ്യൻ്റെ തലച്ചോറിലേക്ക് ഇരച്ചു കയറി. നിനക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും ഞാനെന്ന്. അത് സെബാസ്റ്റ്യൻ ആലോചിച്ച് തീരും മുന്നേ രവി ഫോൺ എടുത്തിരുന്നു. സെബാസ്റ്റ്യ, ഞാൻ അല്പം തിരക്കിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം, നീ ഇപ്പോൾ ഫോൺ വെക്ക്. സെബാസ്റ്റ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഫോൺ കട്ടായി എന്ന് കരുതി രവി ഭാര്യയോട് പറഞ്ഞ വാക്കുകൾ സെബാസ്റ്റ്യൻ്റെ ചെവിയിലേക്ക് കൂരമ്പുകൾ പോലെ തുളച്ചു കയറി. ഓരോ ശല്യങ്ങൾ ഇറങ്ങിക്കോളും, ആളെ ബുദ്ധിമുട്ടിക്കാൻ. ബ്ലഡ് വേണമെങ്കിൽ വല്ല ബ്ലഡ് ബാങ്കിലും പോയിക്കൂടെ? എൻ്റെ ദേഹത്തെ ചോര തന്നെ ഊറ്റിയെടുക്കണം എന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായടാ രവി, ബന്ധു ആരാ ശത്രു ആരാ എന്ന്. സെബാസ്റ്റ്യൻ്റെ ധൈര്യം ചോർന്നുപോയി. പെട്ടെന്ന് ഹൃദയം അടുത്ത സിഗ്നൽ വിട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ദിവസം സെബാസ്റ്റ്യൻ്റെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. അന്ന് ഏതോ ചെക്ക് മടങ്ങിയെന്നും പറഞ്ഞ് കേസാക്കി രവി അറസ്റ്റ് ചെയ്ത ദിവസം. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏതോ കോൺസ്റ്റബിളിൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് അവൻ വിളിച്ചത് സെബാസ്റ്റ്യനെയാണ്. ഇപ്പുറത്ത് സെബാസ്റ്റ്യൻ്റെ ഭാര്യയുടെ അനിയൻ്റെ വിവാഹമായിരുന്നു. അന്ന് രണ്ടാമതൊന്നും ആലോചിക്കാതെ സെബാസ്റ്റ്യൻ രവിയെ ജാമത്തിൽ ഇറക്കാൻ ഓടി. അന്ന് സെബാസ്റ്റ്യൻ്റെ ഭാര്യയായിരുന്നവർ പറഞ്ഞു പോവല്ലേ എന്ന്. എല്ലാവരുടെയും മുന്നിൽ താൻ നാണം കെടുമെന്നും അച്ഛനും അമ്മക്കും സങ്കടമാവുമെന്നുമൊക്കെ. പക്ഷേ സെബാസ്റ്റ്യൻ്റെ തുലാസിൽ ഭാരം കൂടിയത് രവിക്ക് തന്നെയായിരുന്നു. ഹൃദയം തലച്ചോറിനെ ഒന്ന് തുറച്ചു നോക്കി. അന്ന് ഇവനാ ഇയാളെ തിരിച്ചു വിട്ടത്. ഞാൻ എന്തോരം ഇരുന്ന് പറഞ്ഞെന്നോ കല്യാണം കൂടിയാൽ മതിയെന്ന്. ഹൃദയം ഒന്ന് കനത്തു. തലച്ചോർ തുടരെയുള്ള ഹൃദയത്തിൻ്റെ സിഗ്നലിൽ തളർന്നു പോകുന്നുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ തോൽക്കാൻ തയ്യാറല്ലാതെ ഫോണിലേക്ക് മിഴികൾ നട്ടു. അയാളുടെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തു. അധികം പേരുകളൊന്നും അതിലില്ലാത്തത് കണ്ട് അയാൾക്ക് അയാളോട് തന്നെ പുച്ഛം തോന്നി. താൻ മതി, താൻ മാത്രം മതി എല്ലാത്തിനും എന്നൊരു ചിന്തയായിരുന്നു നാളിതുവരെ. അയാൾ ഓരോരുത്തർക്കായി വിളിച്ചുകൊണ്ടിരുന്നു. ഓരോ ഫോണുകളും അവസാനിക്കുമ്പോഴും അയാളുടെ കണ്ണിലെ പ്രതീക്ഷ വറ്റിത്തുടങ്ങി. സാർ, സെബാസ്റ്റ്യൻ സാർ. ഏതോ ഗുഹക്കുള്ളിൽ നിന്നുമുള്ള പോലെ ഒരു ശബ്ദം പെട്ടെന്ന് അയാളുടെ ചെവിയിലേക്ക് അടിച്ചു കയറി. സെബാസ്റ്റ്യൻ ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കി. മുന്നിൽ ദേ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. എവിടെയോ കണ്ടു മറന്ന മുഖം. അയാൾ കണ്ണട ഒന്നുകൂടെ നേരെയാക്കി. ഒന്നുകൂടെ പയ്യനെ നോക്കി. ആരുടെയോ അത്? ഹൃദയം തലച്ചോറിനോട് ചോദിച്ചു. ഒന്ന് മിണ്ടാണ്ടിരി. സിഗ്നൽ വെച്ചുള്ള കളിയാ, എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു. തലച്ചോർ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ സാർ, അജ്മൽ. അവൻ ചിരിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു. ഹൃദയം പെട്ടെന്ന് അടുത്ത സിഗ്നൽ വിട്ടു. തലച്ചോർ അവനെ ഒന്ന് നോക്കി. എനിക്ക് ഓർമ്മ കിട്ടി എന്ന മട്ടിൽ ഹൃദയം കയ്യും കെട്ടിയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും, ഹൃദയം മനസ്സിലോർത്തു. ഗ്രേസ് കോളേജിൽ സെബാസ്റ്റ്യൻ പഠിപ്പിക്കുന്ന കാലം. അന്നത്തെ പേര് കേട്ട ഉഴപ്പന്മാരിൽ ഒരാളായിരുന്നു അജ്മൽ. ഒട്ടും ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും ആൾ അത്യാവശ്യം മാർക്കോടെ പാസ്സാവുമായിരുന്നു. എങ്കിലും സദാ തല്ലുകൊള്ളിത്തരവും തർക്കുത്തരവുമായി നടക്കുന്ന അവനെ കാണുമ്പോൾ എല്ലാം സെബാസ്റ്റ്യന് ഒരു ഇറിറ്റേഷനായിരുന്നു. അത് മിക്കപ്പോഴും അവൻ്റെ മേൽ തീർത്തിട്ടുമുണ്ട്. ഒരിക്കൽ ഒരു തല്ലുകേസിൽ ഒത്തുകിട്ടിയപ്പോൾ സെബാസ്റ്റ്യൻ്റെ സകല സ്വാധീനവും ചെലുത്തി പ്രിൻസിപ്പലിനെ കൂട്ടുപിടിച്ച് ഒരു സസ്പെൻഷൻ ലെറ്റർ അടിച്ച് അജ്മലിന് കയ്യിൽ കൊടുത്തു സെബാസ്റ്റ്യൻ. കൊല്ലാവസാനമാവാനായതുകൊണ്ടും പരീക്ഷ അടുക്കാനായതുകൊണ്ടും സസ്പെൻഷൻ കാരണം വീട്ടിലിരിക്കേണ്ടി വന്നാൽ അറ്റൻഡൻസ് ഷോർട്ടേജ് വന്ന് എക്സാം എഴുതാൻ കഴിയില്ല എന്ന സാഹചര്യവും വന്നപ്പോൾ അജ്മൽ സെബാസ്റ്റ്യൻ്റെ മുന്നിൽ മുട്ടുമടക്കി കരഞ്ഞു കാലുപിടിച്ചു. സദാ തർക്കുത്തരവുമായി നടക്കുന്നവൻ സെബാസ്റ്റ്യൻ്റെ പിന്നാലെ നടന്ന് കെഞ്ചുന്നത് സെബാസ്റ്റ്യൻ നന്നായി തന്നെ ആസ്വദിച്ചു. സെബാസ്റ്റ്യൻ തന്നെ വലിയവൻ, സെബാസ്റ്റ്യൻ മനസ്സിലോർത്തു. അത്യാവശ്യം പഠിക്കുന്ന കൊച്ചല്ലേ സെബാസ്റ്റ്യൻ സാറേ? ഇതൊക്കെ ഈ പ്രായത്തിൻ്റെ എടുത്തുചാട്ടമല്ലേ? അതിൻ്റെ ഭാവി നശിപ്പിക്കണ്ട എന്നൊക്കെ എല്ലാ അധ്യാപകരും കൂടി പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ ഉറപ്പിച്ചു, ഇവൻ സെബാസ്റ്റ്യൻ്റെ കണ്ണിലെ കരടും ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഉണ്ണിയുമാണെന്ന്. സസ്പെൻഷൻ ലെറ്റർ പിൻവലിക്കാം, പകരം ഫാദറെ വിളിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം നന്നേ താഴ്ന്നു പോയി. എനിക്ക് ഉപ്പയില്ല സാർ, ഉമ്മ മാത്രമേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ശബ്ദം ഒന്ന് പതറി. എന്നാൽ ഉമ്മയെ കൊണ്ടുവരൂ എന്ന് സെബാസ്റ്റ്യനും പറഞ്ഞു. അവൻ ഉമ്മയുമായി വന്ന അന്ന് ഇന്നും കാണുന്ന അജ്മലിനെ ആയിരുന്നില്ല സെബാസ്റ്റ്യൻ കണ്ടത്. തല കുനിച്ച് നിൽക്കുന്നവനെ സെബാസ്റ്റ്യൻ വേട്ടക്കാരൻ്റെ കണ്ണുകളിലൂടെ കണ്ട് ആനന്ദപുളകിതനായി. എൻ്റെ അവനെ പറ്റിയുള്ള അഭിപ്രായം നല്ല കനത്തിൽ തന്നെ അങ്ങ് തട്ടിവിട്ടു. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയതാണ് ആ ഉമ്മ മകനെ. അവന് വേണ്ടി ചെയ്യാത്ത ജോലികളില്ല.
അവൻ പഠിച്ച് നന്നാവണമെന്ന ചിന്ത മാത്രമായിരുന്നു ആ ഉമ്മക്ക്. മകനെ പറ്റിയുള്ള എണ്ണമറ്റ കുറ്റങ്ങൾ കേൾക്കെ അവർ അവരുടെ മങ്ങിയ കോട്ടൺ സാരിയുടെ തലപ്പിൽ കണ്ണുനീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. നീ പുറത്തു നിൽക്ക്, എനിക്ക് സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് അജ്മലിനോട് പറഞ്ഞു. അജ്മൽ ഉമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി പുറത്തേക്ക് നടന്നു. അജ്മലിൻ്റെ ഉമ്മ എൻ്റെ നേർക്ക് തിരിഞ്ഞു. സാർ സാർ എന്താ ഇവിടെ, ആരെങ്കിലും അഡ്മിറ്റ് ഉണ്ടോ? അജ്മൽ പിന്നെയും കാര്യം തിരക്കി. സെബാസ്റ്റ്യൻ അന്നേരം ഭൂതകാലത്തിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റ് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാർ ഇത് ഏത് ലോകത്താണ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അജ്മൽ അയാളെ തന്നെ നോക്കി. അത് എൻ്റെ മകൾ ഇവിടെയുണ്ട്. സെബാസ്റ്റ്യൻ കുഞ്ഞുങ്ങളെ പോലെ ICUവിലേക്ക് വിരൽ ചൂണ്ടി. എന്തു പറ്റി സാർ? അജ്മൽ സെബാസ്റ്റ്യനെ അപ്പുറത്തെ ചെയറിലോട്ട് ഇരുന്നു. അത് ഒരു ആക്സിഡൻറ്റാ. തിരും മുന്നേ മാലാക പിന്നെയും പുറത്തു ചാടി. മൃദുലയ്ക്ക് വേണ്ട ബ്ലഡ് സംഘടിപ്പിച്ചോ? മാലാക സെബാസ്റ്റ്യൻ്റെ മുഖത്തേക്ക് നോക്കി. സെബാസ്റ്റ്യൻ തല കുനിച്ചു. നിങ്ങൾ എത്ര എളുപ്പം അറേഞ്ച് ചെയ്യും, മൃദുല കുറച്ച് വീക്കാണ്. മാലാക അത്രയും പറഞ്ഞ് നടന്നുപോയി. ഏതാ ഗ്രൂപ്പ് സാർ? എന്താ? അയാൾ കേൾക്കാത്ത പോലെ അജ്മലിനെ നോക്കി. ഗ്രൂപ്പ് ഏതാ സാർ? ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ്. സെബാസ്റ്റ്യൻ പതിയെ പറഞ്ഞു. എന്നിട്ടാണോ? സാർ വാ, സിസ്റ്ററോട് ഡോണറെ കിട്ടിയെന്ന് പറഞ്ഞേക്ക്. അജ്മൽ ഒന്ന് ചിരിച്ചു. സെബാസ്റ്റ്യൻ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി. വായും പൊളിച്ച് നിൽക്കാതെ വായോ സാർ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. നേരത്തെ മാലാഖയുടെ മുകളിൽ കണ്ട പ്രകാശവലയം അജ്മലിൻ്റെ തലക്ക് മുകളിൽ കത്തി നിൽക്കുന്നതായി തോന്നി സെബാസ്റ്റ്യന്. അയാൾ നിറകണ്ണുകളോടെ അജ്മലിന് നേരെ കൈകൾ കൂപ്പി. ഹേയ്, എന്താ ഇത്? വരൂ സാർ. അവൻ സെബാസ്റ്റ്യൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. അജ്മൽ വർഷങ്ങൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ ഊറ്റിയെടുത്ത ചോരയുടെ ബാക്കിയിൽ നിന്നും കുറച്ച് കുപ്പിയിലേക്ക് ഊറ്റി സെബാസ്റ്റ്യൻ്റെ മകൾക്കും കൊടുത്തു. സെബാസ്റ്റ്യനൊപ്പം ഇരിക്കുകയായിരുന്നു. ICUവിൽ നിന്നും പുറത്തേക്ക് ഡോക്ടർ ഇറങ്ങി വന്നു. സെബാസ്റ്റ്യൻ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. മൃദുല അപകടനില തരണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ്റെ ശ്വാസം നേരെ വീണു. അജ്മൽ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. സെബാസ്റ്റ്യൻ അജ്മലിനെ നോക്കിയൊന്ന് ചിരിച്ചു. അജ്മൽ തിരിച്ചു. അജ്മൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അല്ല, എന്താ ഇവിടെ, ആരെങ്കിലും അഡ്മിറ്റ് ഉണ്ടോ? സെബാസ്റ്റ്യൻ അജ്മലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല, ഇവിടുത്തെ ക്യാൻറ്റീൻ നടക്കുന്നത് ഞാനാ. ഇന്ന് ഒരുത്ത ലീവാണ്. അപ്പോൾ ICUവിലുള്ള സിസ്റ്റേഴ്സ് ചായ വിളിച്ചു പറഞ്ഞപ്പോൾ അതുമായിട്ട് വന്നതാ. കൊടുത്തിട്ട് തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് സാറിനെ കണ്ടത്. ഓഹോ, അപ്പോൾ ക്യാൻറ്റീൻ നടത്തിപ്പാണല്ലേ ജോലി? സെബാസ്റ്റ്യൻ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അജ്മൽ കൗതുകത്തോടെ സെബാസ്റ്റ്യനെ നോക്കി. അന്ന് നിന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു ഞാൻ. സെബാസ്റ്റ്യൻ ഓർമ്മകളിലേക്ക് ചേക്കേറി. തലച്ചോർ വർഷങ്ങൾക്ക് മുന്നേയുള്ള സിഗ്നലുകൾ പരതിക്കൊണ്ടിരുന്നു. ഒടുവിൽ ആ സീൻ കണ്ടുപിടിച്ചെന്ന പോലെ നിന്ന് കിതച്ചു. ഹൃദയം കിട്ടിയോ? ഇനിയൊരക്ഷരം മിണ്ടിയാൽ നിന്റെ ബ്ലഡ് സപ്ലൈ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്യും. ഹൃദയം മിണ്ടാതെ തൻ്റെ അടുത്ത ഊഴത്തിനായി കാത്തിരുന്നു. അജ്മലിനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് ആ ഉമ്മ സെബാസ്റ്റ്യന് നേരെ തിരിഞ്ഞു. സാർക്ക് അവനോട് എന്തോ ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത്യാവശ്യം പ്രായത്തിൻ്റെ കുരുത്തക്കേടുകളൊക്കെ ഉണ്ടെങ്കിലും അവൻ നിലമറന്ന് പെരുമാറിയിട്ടില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അവന് നന്നായിട്ട് അറിയാം സാർ. ആ ഉമ്മ ഒന്ന് പുഞ്ചിരിച്ചു. ഏയ്, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് അജ്മലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നോ? സെബാസ്റ്റ്യൻ ചൂടായി. അങ്ങനെയല്ല സാർ, സാറിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിച്ചേക്കൂ. ഉപ്പയില്ലാത്ത കുട്ടിയാ. അതെ, ഉപ്പയില്ലാത്ത കുട്ടിയായത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയത്. ഒരിക്കലും ഒരു പെണ്ണ് വിചാരിച്ചാൽ മാത്രം കുട്ടികൾ നേർവഴിക്ക് നടക്കില്ല. അതിന് അച്ഛന്മാർ തന്നെ വേണം. സെബാസ്റ്റ്യൻ ഗർവോടെ അവരെ നോക്കി പറഞ്ഞു. ആ ഉമ്മയുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് ഓളം വെട്ടി. ഉപ്പയില്ലാത്ത കുറവ് എൻ്റെ കുട്ടിയെ അറിയിക്കാതിരിക്കാനല്ലേ താൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? എന്നിട്ടും താൻ തോറ്റുപോയോ? ആ ഉമ്മയുടെ മനം നൊന്തു. സാർ വിചാരിക്കുന്ന പോലെയല്ല. എൻ്റെ കുട്ടി വലിയ നിലയിലെത്തും. അത് കണ്ടിട്ടേ ഞാൻ മരിക്കൂ. അവനെപ്പോലെ ഒരുത്തനെ കൈവിട്ടാൽ പിന്നെ ആരെയാണ് ദൈവം സഹായിക്കുന്നത്? ആ വാക്കുകൾ സെബാസ്റ്റ്യൻ്റെ ചെവിയിൽ അലയടിച്ചു. ഒപ്പം കണ്ണുകൾ തുടച്ചിറങ്ങിപ്പോകുന്ന ആ സ്ത്രീയുടെ മുഖം കണ്ണിലും. അയാൾ പിന്നെയും പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് അജ്മലിനെ നോക്കി. നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിരുന്നു നീ വലിയ ആളാവുമെന്ന്, എവിടൊക്കെയോ എത്തുമെന്ന്. അയാളിലെ പരിഹാസം അജ്മലിന് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓരോ ജോലിക്കും അതിൻ്റെതായ അന്തസ്സില്ലേ സാർ? ഞാൻ കക്കാതെയും പിടിച്ചു പഠിക്കാതെയും ഒക്കെയല്ലേ ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞതുപോലെ ഞാൻ തന്നെ നല്ലവൻ തന്നെയല്ലേ? അജ്മൽ ഒരു പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. സെബാസ്റ്റ്യൻ പാടുപെട്ടൊന്ന് ചിരിച്ചു. ഈ നേരത്ത് ഇനി അവനെ ചൊറിയുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിലും എൻ്റെ മകൾക്ക് ഇത്തിരി ചോര ഊറ്റി കൊടുത്തതല്ലേ, ആ ക്ഷീണമെങ്കിലും താൻ പരിഗണിക്കേണ്ടതാണ്. സെബാസ്റ്റ്യൻ ആലോചിച്ചു. ഇവനില്ലെങ്കിലും ബ്ലഡ് വേറെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കാമായിരുന്നു. പണം കൊടുത്താൽ ഇഷ്ടം പോലെ ആളുകൾ വന്ന് ബ്ലഡ് തരും. ഇത്തിരി ബ്ലഡ് തന്നെന്ന് കരുതി ഒരു ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ്റെ അഹങ്കാരം കേൾക്കേണ്ട അവസ്ഥ ഒന്നും തനിക്കില്ല. ഞാൻ എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു അധ്യാപകനല്ലേ? സെബാസ്റ്റ്യൻ്റെ ചിന്തകൾ മാറി മറിഞ്ഞു തുടങ്ങി. നീ എന്താ മിടിക്കാതെ ഇരിക്കുന്നേ? അടുത്തിരിക്കുന്ന ശ്വാസകോശം ഹൃദയത്തെ നോക്കി പകപ്പോടെ ചോദിച്ചു. ഇയാൾക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി. അയാളുടെ ചിന്ത പോകുന്ന പോക്കണില്ലേ? ഹൃദയം മൊഴിഞ്ഞു. സിറ്റുവേഷൻ ഏത് തന്നെയായാലും അവനവൻ്റെ കർത്തവ്യം അവനവൻ തന്നെ നിർവഹിക്കണം. തലച്ചോർ ഹൃദയത്തിന് സിഗ്നൽ വിട്ടു. നീ മിണ്ടണ്ട, നിന്റെ കർത്തവ്യബോധം എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഹൃദയം പിറുപിറുത്തു. ഹൃദയം മനസ്സിലാ മനസ്സോടെ 2 മിടിപ്പ് വെച്ച് കൊടുത്തു.
സാർ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അജ്മൽ സെബാസ്റ്റ്യനെ നോക്കി ചോദിച്ചു. സെബാസ്റ്റ്യൻ വിലങ്ങനെ തലയാട്ടി. വരൂ സാർ, ക്യാൻറ്റീനിൽ നിന്നും കഴിക്കാം. വേണ്ട അജ്മൽ, ഞാൻ അങ്ങനെ ആശുപത്രി ക്യാൻറ്റീനിൽ നിന്നൊന്നും ഫുഡ് കഴിക്കാറില്ല. എനിക്ക് ആ ഫുഡിൻ്റെ സ്മെൽ ഒട്ടും ദഹിക്കാറില്ല, സെബാസ്റ്റ്യൻ തുറന്നു പറഞ്ഞു. അജ്മൽ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. സാറിൻ്റെ ഇഷ്ടം പോലെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിക്കൂ സാർ. അവൻ പോക്കറ്റിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് സെബാസ്റ്റ്യൻ്റെ കയ്യിൽ കൊടുത്തു. അജ്മൽ പോയപ്പോൾ സെബാസ്റ്റ്യനിൽ ഒരു നെടുവീർപ്പ് ഉയർന്നു. അവൻ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത. അല്ലെങ്കിലും തന്നെ എൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതാണോ അങ്ങനെ ഒരുത്തൻ്റെ കൂടെ ഇരിക്കുന്നത്? സെബാസ്റ്റ്യൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. നേരത്തെ ചോര ഊറ്റിയെടുത്തപ്പോൾ അവൻ തൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന ആളായിരുന്നു. ഹൃദയവും ആരോടെന്നില്ലാതെ മുഴിഞ്ഞു. പകല് മാറി ഇരുട്ട് വീണു തുടങ്ങി. സെബാസ്റ്റ്യൻ അനങ്ങാതെ ആ വരാന്തയിൽ തന്നെ ഇരുന്നു. അകത്ത് കിടക്കുന്നവൾ ഒന്ന് കണ്ണു തുറന്നെങ്കിൽ, പപ്പ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അയാളുടെ ഫോൺ റിങ് ചെയ്തു. സെബാസ്റ്റ്യൻ ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ചീളുകൾ അയാളുടെ ചെവിയിലേക്ക് തറച്ചു കയറി. മൃദുലമോൾക്ക് എങ്ങനെയുണ്ട് സാർ? അപ്പുറത്തു നിന്നും സോഫിയുടെ ശബ്ദം. കുഴപ്പമില്ല, അപകടനില തരണം ചെയ്തു. സാർ കയറി കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. നാളെ കാണാമെന്ന ഡോക്ടർ പറഞ്ഞത്. മോൻ വാശിയിലാണോ സോഫിയ? അതെ സാർ, മോന് 1.5 വയസ്സല്ലേ ആയുള്ളൂ. മുലപ്പാൽ കിട്ടേണ്ട സമയമല്ലേ. കുപ്പിപ്പാൽ കൊടുക്കുമ്പോൾ വലിയ വായിൽ കരയുകയാണ്. മോനെ നന്നായി നോക്ക്. സെബാസ്റ്റ്യൻ അതും പറഞ്ഞ് ഫോൺ വെച്ചു. മൃദുലയെ വിവാഹം കഴിച്ച് വിട്ടിട്ട് 2 കൊല്ലമായി. ആദ്യത്തെ മാസങ്ങളിൽ തന്നെ അലനും മൃദുലയും കൂടെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മ അവൾക്ക് മനസ്സിലായിരുന്നു. എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാനത് നിസ്സാരമാക്കി വിട്ടു. നീയും നിന്റെ മമ്മിയെ പോലെ ആവരുത്. ദാമ്പത്യ ജീവിതമാകുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണമെന്ന് ഉപദേശിച്ചു. അവളുടെ വാക്കുകളിലും ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴേക്കും അവൾ ഗർഭിണിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുമായി കഴിഞ്ഞ് ഡിവോഴ്സ് ആയാൽ പിന്നെ ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഒന്നാമത്തെ അവളുടെ അമ്മ എന്ന് പറയുന്നവൾ അലൻ്റെ സ്വഭാവം നല്ലതല്ല എന്ന് പറഞ്ഞ് കല്യാണം തടയാൻ ഒരുപാട് നോക്കിയതാണ്. ഞാൻ ഒരു പൊടിക്ക് വിട്ടുകൊടുത്തില്ല. ഞാൻ വളർത്തി വലുതാക്കിയ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന് ഞാനും പറഞ്ഞു. അല്ലേ, സെബാസ്റ്റ്യൻ ആരാണെന്ന് അവൾക്കറിയില്ല. അയാൾ ഭാര്യയുടെ ഓർമ്മയിൽ അണപ്പല്ല് കടിച്ചു. ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതിൻ്റെ പ്രതിഷേധത്തിൽ അവൾ മകളുടെ കല്യാണത്തിന് കൂടെ വന്നില്ല. അങ്ങനെയുള്ള അവളെ ഒരു അമ്മ എന്ന് വിളിക്കാമോ? നിങ്ങൾ പറ, വിളിക്കാവോ? ഇന്നലെ എൻ്റെ കൊച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ചതാണ് എന്നെ, അലൻ എന്ന ഭ്രാന്തനിൽ നിന്ന് രക്ഷിക്കാൻ. അയാൾ എന്നെ കൊല്ലുമച്ച എന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ദിവസവുമുള്ള അവളുടെ പരാതിയിൽ മനമെടുത്ത് ഫോൺ കട്ടാക്കി ടിവിയുടെ സൗണ്ട് കൂട്ടിവെച്ചു. അപ്പോൾ ഇയാളെ അച്ഛൻ എന്ന് വിളിക്കാവോ? നിങ്ങൾ പറ, വിളിക്കാവോ? ഹൃദയത്തിന് കലി കയറി. തലച്ചോർ ഇവനെക്കൊണ്ട്. രാത്രി കിടക്കാനായപ്പോഴേക്കും പിന്നെയും ഫോൺ വന്നു. അപ്പുറത്തെ വാക്കുകൾ കേട്ട് സെബാസ്റ്റ്യൻ തടിച്ചിരുന്നു പോയി. എൻ്റെ കുഞ്ഞും അടുത്തപ്പോൾ സ്വയം ഇല്ലാതാവാൻ നോക്കിയതാണ്. കയ്യിലെ ഞരമ്പ് മുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നവളുടെ അരികെ 1.5 വയസ്സുള്ള കുഞ്ഞ് ഉമ്മ എന്നും വിളിച്ച് ഏങ്ങി കരയുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞുപോയി. അതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തു എൻ്റെ കുട്ടി? അയാൾ ആ രംഗം ഓർക്കവേ ഒന്ന് വിറച്ചു. പിന്നെയും ആ ഇരിപ്പ് തുടർന്നു ഏറെ നേരം. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും തുടരെയുള്ള ആമാശയത്തിൻ്റെ സിഗ്നലുകൾ കാക്കും കൂടി. വിശപ്പിൻ്റെ വിളി, അത് സഹിക്കുക അത്ര എളുപ്പമല്ല. ഏത് വിരഹത്തേക്കാളും മുന്നിൽ നിൽക്കുന്നത് വിശപ്പിൻ്റെ വിളി തന്നെയാണ്. ഒരു വട്ടം കഠിനമായി വിശന്നവർക്ക് മനസ്സിലാവും. അല്ലാത്തവർ വിരഹത്തിന് തന്നെ വേദന എന്നും പറഞ്ഞ് വായും പൊളിച്ചിരിക്കും. സെബാസ്റ്റ്യൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ട് പടർന്നിരുന്നു. ഇനി ഈ സമയത്ത് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്നത് അല്പം പ്രയാസമാണ്. താൻ മാത്രമേ ഉള്ളൂ ഇവിടെ. മൃദുല മോൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ ഓടിയെത്തണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്നും കഴിക്കുക തന്നെയാണ് നല്ലത്. അയാൾക്ക് അജ്മലിനെ ഫേസ് ചെയ്യണമെന്നോർക്കെ ഇത്തിരി ജാള്യത തോന്നി. എങ്കിലും അതിനും എത്രയോ മുകളിലാണ് വിശപ്പ്. ക്യാൻറ്റീനിലേക്ക് ചെന്നപ്പോൾ അജ്മൽ ബിൽ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. സെബാസ്റ്റ്യനെ കണ്ടപ്പോൾ അജ്മൽ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് പോയി. എന്തുപറ്റി സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ സെബാസ്റ്റ്യൻ്റെ മുഖത്തെ വെല്ലായ്മ നോക്കി ചോദിച്ചു. അത് കഴിക്കാൻ എന്തുണ്ട്? സെബാസ്റ്റ്യൻ വേറെ എവിടേക്കോ നോക്കിക്കൊണ്ട് ചോദിച്ചു. അജ്മൽ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു. അഭയാർത്ഥിയെ പോലെ നിൽക്കുന്ന സെബാസ്റ്റ്യനെ തന്നെ ഒരു നിമിഷം അവൻ നോക്കി നിന്നുപോയി. കഴിക്കാൻ ഒന്നുമില്ലല്ലോ സാർ, ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അജ്മൽ സെബാസ്റ്റ്യനെ നോക്കി പതിയെ പറഞ്ഞു. സെബാസ്റ്റ്യന് പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിന് പകരം വീട്ടുകയാണെന്ന് സെബാസ്റ്റ്യൻ വിശ്വസിച്ചു. ഇവൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇത്ര പ്രതീക്ഷിച്ചാൽ മതി. എങ്ങനെയാ, കുറച്ച് ഗുരുത്വം വേണേ, അയാൾ മനസ്സിൽ പിറുവിടുത്തു. ഞാനൊന്ന് നോക്കട്ടെ, അജ്മൽ എന്തോ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ, അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഫുഡില്ലാഞ്ഞിട്ടല്ല, എന്നെ ഒന്ന് കൊച്ചാക്കണം, അതിനാണ്. സെബാസ്റ്റ്യൻ പിന്നെയും പിറുപിറുത്തു. എനിക്ക് നിന്റെ ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ച് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വിശന്നു വിറച്ചിട്ട് കയ്യും കാലും അനക്കാൻ മേല. അല്ലായിരുന്നെങ്കിൽ നീ സെബാസ്റ്റ്യൻ ആരാണെന്ന് നീ അറിഞ്ഞേനെ. അവൻ ചൂണ്ടിക്കാണിച്ച് തന്നിടത്തേക്ക് ഇരുന്നിട്ട് ഞാൻ അവനെ തന്നെ നോക്കി. ദേ പോകുന്നു അവൻ. എന്നെ ഇരുത്തിയിട്ട് അവൻ വണ്ടിയെടുത്തൊരൊറ്റ പോക്ക്. എനിക്ക് പിന്നെയും കലി കയറി. സാർ, ഇതെങ്ങോട്ടാ? അജ്മൽക്ക് വരും. പുള്ളി വീട്ടിൽ നിന്നും ഫുഡ് എടുക്കാൻ പോയേക്കുക. ഇവിടത്തെയൊക്കെ പൊടി തട്ടി സാർ. സ്റ്റാഫ് എന്ന് തോന്നിക്കുന്ന ഒരു ചെറുക്കൻ എഴുന്നേൽക്കാൻ നിന്ന സെബാസ്റ്റ്യനോട് പറഞ്ഞിട്ട് പോയി.
ആ എനിക്കപ്പോഴേ തോന്നി, അല്ലെങ്കിലും അവൻ നല്ലവനാ. ഇല്ലെങ്കിൽ എൻ്റെ മൃദുല മോൾക്ക് ബ്ലഡ് കൊടുക്കുവോ? സെബാസ്റ്റ്യൻ മനസ്സിൽ കരുതി. ലേ ഹൃദയം, താൻ ഓന്തിനൊരു വെല്ലുവിളിയാണല്ലോടോ. അജ്മൽ വരാൻ ഏകദേശം 15 മിനിറ്റ് കൂടുതലെടുത്തു. ഒരു പൊതിയും കൊണ്ടുവരുന്നവൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. കുറച്ച് ലേറ്റായി സാർ. അവൻ കൊണ്ടുവന്നത് ഓരോന്ന് പാത്രത്തിലേക്ക് നിരത്തിക്കൊണ്ട് പറഞ്ഞു. സെബാസ്റ്റ്യൻ കറിയും കൂട്ടി ചോറ് കുഴച്ച് കഴിക്കുന്നതിൽ ശ്രദ്ധ തോന്നി. അജ്മൽ അടുത്തിരുന്ന് ഒരു പ്ലേറ്റിൽ കുറച്ചെടുത്ത് പതിയെ കഴിച്ചു തുടങ്ങി. ഫുഡ് കൊള്ളാമോ സാർ? അജ്മൽ കഴിക്കുന്നതിനിടെ ചോദിച്ചു. ഇതുവരെ ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറയാൻ തോന്നിയെങ്കിലും വലിയ തിരക്കേടില്ല എന്നുത്തരം കൊടുത്തു. അജ്മൽ പിന്നെയും ചിരിച്ചു. അല്ലെങ്കിലും എന്നാണ് സാർ താങ്കൾ നല്ലതിനെ അംഗീകരിച്ചിട്ടുള്ളതെന്ന് മനസ്സിൽ പറഞ്ഞു. വീട്ടിൽ നിന്നാണോ? അതെ, ഉമ്മ ഉണ്ടാക്കിയതാ. സാറിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഉമ്മക്ക് പെട്ടെന്ന് മനസ്സിലായി. ഉമ്മക്ക് അത്ര എളുപ്പമൊന്നും സാറെ മറക്കാൻ പറ്റില്ലല്ലോ. അജ്മൽ ചോറിൽ നിന്നും തല ഉയർത്താതെ പറഞ്ഞു. ആ പറഞ്ഞതിലൊരു ധ്വനി ഇല്ലേ? സെബാസ്റ്റ്യൻ ചിന്തിച്ചു. പിന്നെ മുന്നിൽ തലകുനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അജ്മലിനെ ഒന്ന് പാളി നോക്കി കഴിക്കൽ തുടർന്നു. കഴിച്ചു കഴിഞ്ഞ് പണം കൊടുത്തപ്പോൾ അജ്മൽ അത് സ്നേഹത്തോടെ നിരസിച്ചു. ഐസിയുവിൻ്റെ വാതിൽ സെബാസ്റ്റ്യൻ്റെ മുന്നിൽ തുറന്നു. ജീവൻ മല്ലിട്ട് നേടിയ ക്ഷീണത്തിൽ മൃദുല കട്ടിലിൽ കിടക്കുന്നു. സെബാസ്റ്റ്യൻ ഒരു വേള കരച്ചിലടക്കാൻ പാടുപെട്ടുപോയി. പതിയെ അവളുടെ വലത്തെ കൈയുടെ പുറടിയിൽ അയാൾ മെല്ലെ ഒന്ന് തഴുകി. മൃദുല സെബാസ്റ്റ്യൻ്റെ മുഖത്തേക്ക് നിർവികാരമായി നോക്കിയിരുന്നു പോയി. ഇപ്പോൾ കരയുന്നോ നിങ്ങൾ? ഇതിൻ്റെ മുന്നേ ഞാൻ എത്ര കരഞ്ഞു. എന്നെ പപ്പയുടെ കൂടെ നിർത്തിക്കൂടെ എന്ന് എത്ര വട്ടം കെഞ്ചി. സ്വന്തം മകളാണെന്ന് പരിഗണന തരാമായിരുന്നില്ലേ? എല്ലാവരും പോയപ്പോൾ നിങ്ങളെ ഒറ്റക്കാക്കണ്ട എന്ന് കരുതി കൂടെ നിന്നവളല്ലേ ഞാൻ. മനസ്സ് കൈവിട്ട നിമിഷത്തിൽ എൻ്റെ കുഞ്ഞിനെ വരെ എത്ര വട്ടം ഞാൻ അപകടപ്പെടുത്താൻ നോക്കി. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എൻ്റെ കൈകൊണ്ട് തീരണ്ട എന്നൊറ്റ കാരണം കൊണ്ടല്ലേ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറായത്. ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത് പപ്പ? കുഞ്ഞിനെ നോക്കാതിരിക്കാനും വീട്ടിലെ ജോലികൾ ചെയ്യാതിരിക്കാനും പുതിയ പെണ്ണുങ്ങളെ കണ്ടെത്തിയ അടവാണതെന്ന് അല്ലേ? പണ്ടുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പോലും. അല്ലെങ്കിലും കുഞ്ഞുങ്ങളെ കൊന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്ന എല്ലാ സ്ത്രീകളിലും നിങ്ങളൊക്കെ കാണുന്നത് അവിഹിതം തന്നെയല്ലേ? ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു അധ്യാപകനായിരുന്നില്ലേ? എന്നിട്ടിപ്പോൾ കരയുന്നോ? അവൾ അയാളെ നോക്കി മനസ്സിൽ ചോദിച്ചു കൊണ്ടിരുന്നു. ഒരൊറ്റ വാക്കുകൾ മൃദുലയുടെ തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. നിന്നെ എത്ര വേദനിപ്പിച്ചാലും നീ തിരിച്ച് പപ്പയെ വേദനിപ്പിക്കരുത്. പപ്പയ്ക്ക് അത് താങ്ങാൻ കഴിയില്ലെന്ന് ആരോ ഉള്ളിലിരുന്ന് പറയും പോലെ. അപ്പോൾ എൻ്റെ വേദന ഞാൻ അനുഭവിച്ചതൊന്നും ഒന്നല്ലേ? മൃദുലക്ക് നെഞ്ചു വിങ്ങി. പപ്പയെ വേദനിപ്പിക്കണ്ട. പപ്പ പാവമല്ലേ എന്ന ഒറ്റ കാരണത്തോണ്ട് താൻ മിന്നെന്ന പേരിൽ കഴുത്തിൽ കയറാൻ പോകുന്നത് കൊലക്കയറാണെന്നറിഞ്ഞിട്ടും അലനു മുന്നിൽ തല കുനിച്ചു കൊടുത്തില്ലേ? ആഗ്രഹിച്ചത് നൃത്തം കരിയറാക്കണമെന്നായിരുന്നില്ലേ? എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ നഴ്സിംഗ് കോളേജിലേക്കുള്ള അഡ്മിഷൻ പേപ്പർ വെച്ച് നീട്ടിയപ്പോൾ അതും ഞാൻ വേണ്ടെന്ന് വെച്ചില്ല. എന്നിട്ടോ വാഗമരവും ചിലങ്കയും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ സ്വപ്നങ്ങളെ രക്തം കൊണ്ട് നിറച്ചില്ലേ പപ്പ? കയ്യിലൊരു മുറിവാകുമ്പോൾ തന്നെ വലിയ വായയിൽ കരയുന്ന എനിക്ക് മുന്നിൽ ആഴത്തിലുള്ള മുറിവും പേറി വരുന്നവർ, മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നവർ, ശ്വാസത്തിന് വേണ്ടി മല്ലിടുന്നവർ, ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞു പോയി വരുന്നവർ, കണ്ടാൽ പോലും തിരിച്ചറിയാത്ത ശരീരത്തിൻ്റെ മാംസമെല്ലാം കത്തിക്കരിഞ്ഞവർ, അങ്ങനെ എത്രയോ എത്രയോ പേർ. രക്തം കണ്ടാൽ തല ചുറ്റി വീണിരുന്ന എനിക്ക് മുന്നിൽ നിങ്ങൾ തുറന്നു വെച്ച ലോകം കൊള്ളാം നന്നായിരുന്നു പപ്പ. എത്രയോ വട്ടം കൂടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പറഞ്ഞു മൃദുല ഇത് തനിക്ക് പറ്റിയ പണിയില്ലെന്ന്. എനിക്കും അത് അറിയാം, നാട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എൻ്റെ പപ്പയ്ക്ക് മാത്രം മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തേങ്ങി കരഞ്ഞ നാളുകൾ. എന്നിട്ടോ ഒരുവിധം അതിനോട് പൊരുത്തപ്പെട്ടു വന്നപ്പോൾ അതും പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അലൻ എന്ന മനുഷ്യമൃഗത്തിൻ്റെ കയ്യിൽ അത്ര നാളും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ കൈകാലുകൾ ബന്ധിച്ച ചരട് ഏൽപ്പിച്ചു കൊടുത്തില്ലേ? എന്നിട്ട് ഒരു കൊലക്കയറും കഴുത്തിൽ മുറുക്കി തന്നിട്ട് അലൻ വലിയ ബിസിനസ്മാനാണ്, കോടീശ്വരനാണ്, നിനക്ക് ഇതിലും നല്ലത് കിട്ടാനില്ലെന്ന പൊയ്വാക്ക് വേറെയും. അങ്ങനെ ആരും അറിയാതെ ദ്രവിച്ചു പോയ എത്ര എത്ര സ്വപ്നങ്ങൾ. പപ്പ പുറത്തുണ്ടാവും എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന സെബാസ്റ്റ്യനെ അവൾ നോക്കിക്കിടന്നു. അല്ലെങ്കിലും എന്നെ ഓരോന്നിലേക്ക് തള്ളിവിട്ടിട്ട് പുറത്തിരുന്ന് കളി കാണുകയല്ലേ പതിവ്. നടക്കട്ടെ. മൃദുലയുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. മാധു, നീ തന്നെയായിരുന്നു ശരി. അല്ല, നീ മാത്രമായിരുന്നു ശരി. അവൾക്ക് ആ നിമിഷം മാധുവിനെ ഓർമ്മ വന്നുപോയി. മമ്മയുടെ കൈയും പിടിച്ച് കോടതി വരാന്തയിലൂടെ നടന്നകന്ന മാധു. വരാന്തയിൽ ആ ഇരിപ്പ് തുടർന്നു ഏറെ നേരം. ഇടയ്ക്കെപ്പോഴോ പുറംവേദന കൂടെ കൂടി. ഒരേ ഇരിപ്പല്ലായിരുന്നോ? അയാൾ കൈകൾ രണ്ടും മേലോട്ട് പൊക്കി ഒന്ന് നടുനിവർത്തി ഒരു കോട്ടുവായും ഇട്ടുകൊണ്ട് നോക്കിയത് മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്ന മാലാഖയുടെ മുഖത്തേക്കാണ്. തുറന്നു വെച്ചേക്കുന്ന വായ അടക്കണം മിസ്റ്റർ സെബാസ്റ്റ്യൻ. തലച്ചോർ സിഗ്നൽ വിട്ടു. ഓർമ്മയുണ്ടോ സെബാസ്റ്റ്യൻ സാർ? മുന്നിൽ നിൽക്കുന്ന മാലാഖ ചോദിച്ചപ്പോൾ സെബാസ്റ്റ്യൻ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് ഉമിനീർ വിഴുങ്ങി. വരുമ്പോൾ എല്ലാ പണിയും കൂടെ ഒരുമിച്ചാണല്ലോ മാതാവേ എന്ന് മനസ്സിൽ അയാൾ അടക്കം പറഞ്ഞു. അങ്ങനെയൊന്നും സാർ മറക്കില്ലെന്നറിയാം. മാലാഖ അർത്ഥം വെച്ച് പറഞ്ഞു തുടങ്ങി.
അയാളുടെ ഓർമ്മകൾ പിന്നിലേക്ക് പാഞ്ഞു. സദാചാരം തലക്കു പിടിച്ച ഒരു പെണ്ണിൻ്റെ ഭാവി തുലച്ച കഥയുടെ സിഗ്നൽ പെട്ടെന്ന് പുറത്തു ചാടി. വരിക വരിക സഹചരി, സഹന സമര സഹനമായി. കരളുറച്ച കൈകൾ കോർത്തു കാൽ നടക്കു പോക നാം. സഖാവ് ജിതിൻ. ആ പേര് ഓർമ്മയിൽ വന്ന പാടെ അയാളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. കൂടെ പരീക്ഷ എഴുതാൻ കഴിയാതെ തൻ്റെ മുന്നിൽ നിന്ന് കണ്ണുനീർ വാർത്ത ഒരു പെൺകുട്ടി. അപ്പോൾ സാർ എന്നെ മറന്നിട്ടില്ലല്ലേ? മാലാഖ ഒരു പുച്ഛച്ചിരി തൊടുത്തുവിട്ടു. അയാളെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഐസിയുവിലേക്ക് കയറാൻ പോകുന്ന മാലാഖയെ കണ്ടപ്പോൾ അയാൾ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്തോ ഒരു ഭയത്തോടെ അയാൾ മാലാഖയെ തടഞ്ഞു. കുറുകെ വെച്ച സെബാസ്റ്റ്യൻ്റെ കയ്യിലേക്കൊന്ന് നോക്കിക്കൊണ്ട് മാലാഖ അയാൾക്ക് നേരെ തിരിഞ്ഞു. ലക്ഷ്മി സുബ്രഹ്മണ്യൻ, ഞാൻ ചെയ്തതൊക്കെ മനസ്സിൽ വെച്ച് എൻ്റെ മകളോടൊന്നും ചെയ്യരുത്. അവൾ അകത്തുണ്ട്. അവളൊരു പാവമാണ്. അയാളുടെ തൊണ്ടയിടറി. തൻ്റെ പോലെ തരം താഴാൻ എനിക്ക് കഴിയില്ലല്ലോ സെബാസ്റ്റ്യൻ സാറേ. പിന്നെ ഞാൻ ഇപ്പോൾ ലക്ഷ്മി സുബ്രഹ്മണ്യനല്ല, ലക്ഷ്മി ജിതിനാണ്. അവളുടെ കണ്ണുകൾ ജ്വലിച്ചു. ആ കണ്ണുകളിൽ ഇപ്പോൾ മുന്നത്തെ പോലെ അഗ്രഹാരത്തിലെ തണുപ്പല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ താൻ ജിതിൻ്റെ കണ്ണിൽ കണ്ട അതേ കനലാണ്. ലക്ഷ്മി ജിതിൻ. ആ പേര് അയാളെ വർഷങ്ങൾക്ക് പിന്നിലേക്ക് വലിച്ചിട്ടു. സദാചാരം കൊണ്ടുപിടിച്ച കാലത്ത് ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത കഥയുടെ സിഗ്നൽ തലക്ക് മുന്നിൽ വട്ടമിട്ടു പറന്നു. സെബാസ്റ്റ്യൻ്റെ ഉള്ളിൽ നിന്നും ഒരു വില്ലൻ തലപൊക്കി നോക്കി. സെബാസ്റ്റ്യൻ അത് താനല്ലെന്ന മട്ടിൽ അറിയാത്ത മട്ടിലിരുന്നു. സദാ എൻ്റെ നോട്ടപ്പുള്ളിയായിരുന്ന ഒരുവൾ, പരീക്ഷ എഴുതാൻ എൻ്റെ കാലു പിടിച്ച് കരഞ്ഞൊരുവൾ, താൻ ഒരു വേട്ടമൃഗത്തെ പോലെ നോക്കി കണ്ടവൾ, എത്ര വഴക്ക് പറഞ്ഞാലും ടോർച്ചർ ചെയ്താലും എതിർത്ത് ഒരക്ഷരം പറയാതെ വിറച്ചിരുന്നവൾ. ഒരു തരം സന്തോഷമാണ് എൻ്റെ മുന്നിൽ ആരെങ്കിലും അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത് കാണുമ്പോൾ, എന്നെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കാണുമ്പോൾ. അവളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ എൻ്റെ സന്തോഷം നോക്കിക്കണ്ട് രസിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ വന്ന ഒരുത്തനായിരുന്നു സഖാവ് ജിതിൻ. അന്ന് അവൻ എൻ്റെ നേരെ കൈകൾ ചൂണ്ടി. അവൻ്റെ നിഴലിൻ്റെ തണൽ കണ്ട് അവളും എനിക്ക് നേരെ ഒന്ന് മുരണ്ടു നോക്കുവാൻ ശ്രമിച്ചു. കൊടുത്തു രണ്ടിനെയും പത്തേക്കിട്ട് തന്നെ ഞാൻ. സഖാവ് ജിതിനെയും ലക്ഷ്മിയെയും കൂട്ടി ഒരു നുണക്കഥ അടർത്തിയെടുക്കാൻ എനിക്ക് നിമിഷങ്ങൾ മതിയായിരുന്നു. അഗ്രഹാരത്തിൽ നിന്നും പുറത്താക്കിയ ഒരുവൾ, അച്ഛനും അമ്മയും ഇല്ലാതെ അച്ഛൻ്റെ ഏട്ടനോടൊപ്പം നിന്നിരുന്നവൾ, അവളെന്ന ബാധ്യത തീർക്കാൻ തക്കം പാർത്തിരുന്നവർക്ക് ആ കഥ ധാരാളമായിരുന്നു. പക്ഷേ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ഒരു ഹാരം കൊണ്ട് ജിതിൻ അവളെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി, ജീവിത സഖിയാക്കി എന്നറിഞ്ഞു. പിന്നീട് ഞാൻ ഇരുവരെയും കണ്ടിട്ടില്ല. ലക്ഷ്മി പഠിത്തം നിർത്തിയെന്നറിഞ്ഞു. പിന്നീട് എപ്പോഴും അറിഞ്ഞിരുന്നു അവൾ നഴ്സിങ്ങിന് ചേർന്നുവെന്ന്. സെബാസ്റ്റ്യൻ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് തൻ്റെ അടുത്തേക്ക് വരുന്ന മറ്റൊരുവളിലേക്കാണ്. ഭാമ. ആ പേര് അയാൾ മന്ത്രിച്ചു. തൻ്റെ ഭാര്യയായിരുന്നവൾ, 5 വർഷത്തെ നീണ്ട പ്രണയബന്ധത്തിനൊടുവിൽ ഒന്നായവർ. അയാളുടെ കണ്ണുകൾ കുറുകി. അവർ അടുത്തേക്ക് വരും തോറും അയാളുടെ നെഞ്ചുമിടിച്ചു. ദേഷ്യം സഹിക്കാൻ കഴിയാതെ അയാൾ അണപ്പല്ല് കടിച്ചു. മുന്നിൽ വന്ന് അവൾ നിന്നപ്പോൾ സെബാസ്റ്റ്യൻ അറിയാതെ എഴുന്നേറ്റ് പോയി. പഴയ ഭാമയല്ല അവൾ. പതറാതെ തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവളെ ഒരൊറ്റ നോട്ടത്തിൽ വിലയിരുത്തി അയാൾ. മൃദുലക്ക് എങ്ങനെയുണ്ട്? മുഖവുരയില്ലാത്ത അവളുടെ ചോദ്യം. സെബാസ്റ്റ്യൻ ശബ്ദം ഒന്ന് കനപ്പെടുത്തി. കുഴപ്പമില്ല, അത്രമാത്രം പറഞ്ഞു. പുറത്തേക്ക് വന്ന സിസ്റ്ററോട് മൃദുലയുടെ കാര്യം തിരക്കുന്നതും ഡോക്ടർ എപ്പോൾ വരുമെന്ന് ചോദിക്കുന്നതും ഒക്കെ കേട്ടു. അവൾ എൻ്റെ നേരെയുള്ള കസേരയിൽ വന്നിരുന്നു. ഒരു കാൽ മറ്റേ കാലിന് മുകളിലായി വെച്ചിരുന്നു. ഒരു നാൾ നേരെ പോലും വരാതെ വാതിലിൻ്റെ പിന്നിൽ നിന്നും തലയിട്ട് മാത്രം സംസാരിച്ചിരുന്നവളാണ് ഈ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യൻ അണപ്പല്ല് കടിച്ചു. ആ സ്ത്രീ അവരുടെ കാൽ, അതിന് താൻ എന്തിനാണോ എന്നെ ഇട്ട് ഞെരിക്കുന്നത്? പല്ലുകൾക്കിടയിൽ പെട്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞ നാവ് പിറുപിറുത്തു. ആഹാ, ഇയാൾക്ക് ഇപ്പോഴും വായ്ക്കകത്ത് പല്ലുണ്ടല്ലേ? അതിശയം. സിഗ്നലുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ആരെങ്കിലും തല്ലി കൊഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഹൃദയം മുരണ്ടു. എൻ്റെ കണ്ണടക്കിടയിലൂടെ നോക്കി. അയാളുടെ നോട്ടം അത്രയും തന്നിലേക്കാണെന്ന് കണ്ട് അവളിൽ ഒരു പരിഹാസച്ചിരി നിറഞ്ഞു. കണ്ടോ കണ്ടോ, അവൾ ഇരിക്കുന്നത് കണ്ടോ? ഒരു കൂസലും ഇല്ലാതെ. അല്ലെങ്കിൽ മോളൊരുത്തി ഇങ്ങനെ കിടക്കുമ്പോൾ ഏതെങ്കിലും അമ്മ ഇങ്ങനെ കരയാതിരിക്കുമോ? സെബാസ്റ്റ്യൻ മനസ്സിൽ പറഞ്ഞു. എന്താ വാവിട്ട് കരഞ്ഞാൽ മാത്രമേ അമ്മ ആവുകയുള്ളൂ? ഏത് സാഹചര്യത്തിലും പെണ്ണ് കരഞ്ഞു തന്നെ അവളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കണമെന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? മിസ്റ്റർ സെബാസ്റ്റ്യൻ. ഭാമയിൽ നിന്നുമുള്ള സിഗ്നൽ ഞൊടിയിടയിൽ സെബാസ്റ്റ്യൻ്റെ തലച്ചോറിലേക്ക് അടിച്ചു കയറി. സെബാസ്റ്റ്യൻ പെട്ടെന്നൊന്ന് ഞെട്ടി. ഇതെന്ത് കഥ? തലച്ചോർ അന്തം വിട്ടു. ആരാടാ ചാരപ്രവൃത്തി ചെയ്യുന്നത്? തലച്ചോർ ഹൃദയത്തെ സംശയഭാവത്തിൽ നോക്കി. അയ്യോ, ഞാനല്ല സിഗ്നൽസ് ചോർത്തുന്നത്, ഹൃദയം നിഷ്കളങ്കമായി പറഞ്ഞു. തലച്ചോർ കനത്തിലൊന്ന് മൂളി. ചാരനെ ഞാൻ പിടിച്ചോളാം. തലച്ചോർ എന്തോ ഉറപ്പിച്ചെന്ന പോലെ പറഞ്ഞു. മോളെ, ഈ പടുകുഴിയിലേക്ക് തള്ളിവിട്ടത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. ഞാൻ വന്നു പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഈ മോള് മോള് എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന നിങ്ങളുടെ മോള് തന്നെ പറഞ്ഞു അലൻ നല്ലവനല്ലെന്ന്. എന്നിട്ട് നിങ്ങൾ കേട്ടോ? എന്നിട്ട് എൻ്റെ സങ്കടം അളക്കാൻ വന്നേക്കുന്നു. ഭാമയുടെ സിഗ്നൽസ് സെബാസ്റ്റ്യനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. ഭാമയുടെ സിഗ്നൽസ് ആൻറ്റിജനായി കണക്കാക്കിയിരിക്കുന്നു. എല്ലാവരും ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആക്കേണ്ടതാണ്.
സിഗ്നൽസിനെ കടത്തിവിടുന്നവൻ ആരാണെങ്കിലും ശക്തമായ നടപടികൾ നേരിടേണ്ടി വരും. അതിപ്പോൾ നിയമപരമായാൽ അങ്ങനെ, കായികപരമായാൽ അങ്ങനെയും. തലച്ചോർ സൈറൻ മുഴക്കി. എന്തൊക്കെയായാലും ഒരു പെണ്ണ് കാലിൽ കാൽ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഒട്ടും ശരിയല്ല. സെബാസ്റ്റ്യൻ പിറുപിറുത്തു. ബാമയുടെ ഇരുത്തം അയാൾക്ക് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഞാൻ ഇപ്പോൾ ബാമ സെബാസ്റ്റ്യൻ അല്ല. പേരിൻ്റെ അറ്റത്തുണ്ടായിരുന്ന ആ കുരുക്ക് ഞാൻ അഴിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായി. ഡിവോഴ്സ് എന്നാൽ എന്തോ വലിയ സംഭവമാണെന്നാ ഇവരുടെയൊക്കെ വിചാരം. സെബാസ്റ്റ്യൻ്റെ സിഗ്നൽസ് ബാമയെ ഒന്ന് ചൊറിഞ്ഞു നോക്കി. അതെ, എനിക്കത് വലിയ സംഭവം തന്നെയാണ്. അതിനുശേഷമാണ് ഞാനായത്. അതുവരെ ബാമയുടെ ശരീരവും സെബാസ്റ്റ്യൻ്റെ ചിന്തകളുമായിരുന്നു ഞാൻ. ഒരു ഡ്രസ്സ് ഇട്ടാൽ, ഒരു പലഹാരം ഉണ്ടാക്കിയാൽ, കണ്ണാടിക്ക് മുന്നിൽ നിന്നൊന്ന് ഒരുങ്ങിയാൽ ഒക്കെ നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നതിലുപരി എൻ്റെ തലച്ചോറ് സിഗഞ്ഞിരുന്നത് സെബാസ്റ്റ്യന് ഇത് ഇഷ്ടപ്പെടുമോ എന്നായിരുന്നു. ഒന്ന് ശ്വാസം വലിച്ചു വിടാൻ പോലും നിങ്ങളുടെ സമ്മതം ചോദിച്ചിരുന്ന ബാമയല്ല ഇപ്പോൾ മുന്നിലിരിക്കുന്നത്. ഓർത്തും കണ്ടും സിഗ്നൽസ് വിട്ടാൽ സെബാസ്റ്റ്യന് കൊള്ളാം. ബാമയുടെ സിഗ്നൽസ് സെബാസ്റ്റ്യനെ കയറി മാന്തി. സെബാസ്റ്റ്യൻ ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് വരാന്തയിലേക്ക് നോക്കിയിരുന്നു. ദേ വരുന്നു അടുത്ത കുരിശ്. സെബാസ്റ്റ്യന് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മുന്നിൽ നിൽക്കുന്നവനെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വെമ്പി. മുന്നിൽ അലൻ, കുടുംബം മൊത്തമുണ്ട്, അവൻ്റെ പപ്പയും അമ്മയും എല്ലാം. സെബാസ്റ്റ്യൻ ദേഷ്യം നിയന്ത്രിച്ചു ഇരുന്നു. അലൻ സെബാസ്റ്റ്യൻ്റെ അടുത്ത് വന്നിരുന്നു. പപ്പ, എന്തു പറ്റി പപ്പ? എന്തിനാ മൃദു ഇങ്ങനെ ചെയ്തത്? അലൻ സെബാസ്റ്റ്യൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പി കരഞ്ഞു. അലൻ്റെ സംസാരം കേട്ട മാത്രയിൽ സെബാസ്റ്റ്യൻ ഒരു ജീവനുള്ള മനുഷ്യ ബോംബായി മാറിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകുന്ന തരത്തിൽ അയാൾ ഇരുന്നു. ബാമ സെബാസ്റ്റ്യൻ്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. അലൻ്റെ കണ്ണുനീർ അയാളുടെ കൈകളിൽ വീണലിഞ്ഞു. എല്ലാവരും ജാഗ്രത പാലിക്കണം. അപകടകാരിയായ ഏതൊരു വിഷവസ്തു ബോഡിയിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. തലച്ചോർ സൈറൻ മുഴക്കി. ആ അടുത്തിരുന്ന് കരയുന്ന ചെക്കൻ്റെ കണ്ണുനീറാണ് ആശാനെ ഫോറിൻ പാർട്ടിക്കിൾ. സ്കിൻ ഡിറ്റക്റ്റ് ചെയ്ത് ഒന്ന് നെടുവേർപ്പിട്ടു. ആരും ഭയപ്പെടേണ്ട, ഭയമല്ല, ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്, സ്കിൻ ഓർമ്മിപ്പിച്ചു. ഓ, ഇങ്ങനെ ദിവസവും വലിച്ചു കയറ്റുന്ന സിഗരറ്റിൻ്റെ വിഷമൊന്നും ഇപ്പോൾ കയറി വന്ന വിഷവസ്തുവിൻ്റെ 7 അയലത്തെത്തില്ല. ശ്വാസകോശം ഒന്ന് ചുമച്ചു. കട തിന്ന് നീ വല്ലാതെ അങ്ങ് കടുത്തുപോയി കേട്ടോ. ഹൃദയം താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ശ്വാസകോശത്തോട് പറഞ്ഞു. നീ ഒരുമാതിരി ബോഡി ഷെയ്മിങ്ങുമായി എൻ്റെ അടുത്ത് വന്നേക്കരുത്, ഊതി പറത്തി കളയും ഞാൻ. ശ്വാസകോശവും മുരണ്ടു. ഹൃദയം ഒരു വളിച്ച ചിരി ചിരിച്ചുകൊണ്ട് വേഗം തിരിഞ്ഞിരുന്നു. എന്തിനാ വെറുതെ ശ്വാസകോശത്തിൻ്റെ കൈക്ക് പണിയുണ്ടാക്കുന്നേ? കറുത്ത് കരിപ്പെട്ടി പോലെ ഇരിക്കുന്നത്. എന്നാലും അവൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഹൃദയം പിറുപിറുത്തു. എന്തൊക്കെ പറഞ്ഞാലും നീ ആ സെബാസ്റ്റ്യൻ്റെ ഹൃദയം തന്നെയല്ലേ? നിന്നിൽ നിന്ന് ഞാൻ ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. റാസിസ്റ്റ് തെണ്ടി. ശ്വാസകോശവും പിറുപിറുത്തു. അലൻ, എഴുന്നേറ്റ് പോകാൻ നോക്ക്, ഞാൻ ആകെ പിടിവിട്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യന് ദേഷ്യം കയറി തുടങ്ങി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് പപ്പ? അലൻ തൻ്റെ മുഖം മൂടി ഊരാൻ തയ്യാറല്ലായിരുന്നു. അവൻ്റെ മുഖത്ത് ഇത് പോലീസ് കേസായാൽ ഗാർഹിക പീഡനത്തിന് അഴിയെണ്ണേണ്ടി വരുമോ എന്ന ഭീതി മുഴച്ചു നിന്നു. എൻ്റെ മോളെ ഇങ്ങനെ ഇട്ട് നരകിപ്പിച്ചിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നു അലൻ? സെബാസ്റ്റ്യൻ പല്ല് കടിച്ച് അവന് നേരെ തിരിഞ്ഞു. നിന്നെപ്പറ്റി പല കഥകളും എൻ്റെ കുഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ നിൻ്റെ ഭാഗം ചേർന്നു. അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇപ്പോൾ ഈ പരീക്ഷണം. സെബാസ്റ്റ്യൻ പറഞ്ഞു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന പപ്പ പറയുന്നത്? എല്ലാം പപ്പയുടെ തെറ്റിദ്ധാരണയാണ്. സെബാസ്റ്റ്യൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അലൻ്റെ കണ്ണുകൾ അടുത്തിരിക്കുന്ന ബാമയിലേക്ക് ഒരു വേള നീണ്ടു. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവൻ ഓടിപ്പിടഞ്ഞ് ബാമയുടെ അരികിൽ സ്ഥാനം പിടിച്ചു. മമ്മ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മമ്മ. മമ്മക്കും എന്നെ വിശ്വാസമില്ലേ? ബാമ ശാന്തമായി അവനെ നോക്കി. സെബാസ്റ്റ്യൻ്റെ ദേഷ്യത്തേക്കാൾ ബാമയുടെ ശാന്തത അവനെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അലൻ അവരെ തന്നെ നോക്കിയിരുന്നു പോയി. ആ മുഖത്തെ ശാന്തത മാറ്റിവെച്ചാൽ ആ കണ്ണുകളിൽ സർവ്വതും ചുട്ടരിയാൻ പ്രാപ്തിയുള്ള തീയാണെന്ന് കാണവേ അലൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു. അലൻ വേഗത്തിൽ അവരുടെ അടുത്ത് നിന്നും ചാടി എഴുന്നേറ്റ് സെബാസ്റ്റ്യൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു. ബാമയോട് ന്യായീകരിക്കാൻ പോയിട്ട് നീ ജീവനോടെ ഇങ്ങ് തിരിച്ചു വന്നോ എന്ന പോലെ സെബാസ്റ്റ്യൻ മരുമകനെ നോക്കി. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന പോലെ അവനും നെഞ്ചത്ത് കൈവച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാമയുടെ സിഗ്നൽ സെബാസ്റ്റ്യൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറി. തലച്ചോറ് ആശയക്കുഴപ്പത്തിലായി. ഇത്രയും സ്ട്രോങ് ആയി ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആക്കിയിട്ടും എങ്ങനെയാണ് സിഗ്നൽസ് ഉള്ളിൽ കയറുന്നത്? എൻ്റെ കരിയറിൽ ഇത് ആദ്യത്തെ കേസാണ്. ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്. ആരായാലും ഈ പണി നിർത്തുന്നതാണ് നല്ലത്. അവസാനത്തെ വാണിംഗ് ആണ്. തലച്ചോർ പറഞ്ഞു. പപ്പ, എനിക്ക് മൃദുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇവൾക്ക് ഉള്ള ജീവനും കൂടെ ഊറ്റിയെടുക്കാനോ? സെബാസ്റ്റ്യൻ ഒച്ചയിട്ടു. അതുവഴി വന്ന അജ്മൽ പെട്ടെന്ന് സെബാസ്റ്റ്യൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്തുപറ്റി സാർ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അജ്മൽ ചോദിച്ചു. ഇവൻ ഒറ്റൊരുത്തനാ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിൻ്റെ ഇടയിൽ കൊണ്ടിട്ടത്. ഞാൻ എന്ത് ചെയ്തു എന്നാടോ താൻ ഈ പറയുന്നത്? അലൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ റെഡിയായി നിന്നു. നീ എൻ്റെ കൊച്ചിന് എന്തെങ്കിലും സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? അവൾക്ക് നേരാവണ്ണം ഒന്ന് ശ്വാസം വിടാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ? നിനക്കറിയുമോ അജ്മൽ, ഇവൻ്റെ അടിമയെ പോലെയാ എൻ്റെ മോൾ കഴിഞ്ഞിരുന്നത്.
നഴ്സിംഗ് അവസാന വർഷം എക്സാം എഴുതാനുള്ള സമയത്തായിരുന്നു എൻ്റെ കൊച്ചിനെ ഞാൻ ഇവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അതുപോലും ഇവ എഴുതാൻ അയച്ചില്ല. ഇവനേക്കാൾ മുകളിൽ അവൻ്റെ ഭാര്യ വളരുമോ എന്ന ഭയം. ആഹാ, ആരാ ഇനി ന്യായീകരിക്കുന്നത്? ആയുർവേദ ഡോക്ടറാവാൻ പഠിച്ചിരുന്ന എന്നെ ഏതോ ഒരു ചെറിയ വഴക്കിൻ്റെ പേരിൽ വീട്ടിൽ തളച്ചിട്ട മഹാനോ? അല്ല, ഞാൻ അത്രയും കാലം ഊണും ഉറക്കം കളഞ്ഞുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകൾ എവിടെ? കറിക്ക് ഉപ്പ് കൂടി എന്നും പറഞ്ഞ് കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞില്ലേ നിങ്ങളത്? 2 പെൺകുട്ടികളായ നിനക്കെന്തിനാ അത്? നീ ഇനി എവിടെ നിനക്ക് പഠിക്കാൻ സമയം? മൂക്കിൽ പല്ല് മുളച്ചിട്ടാണോ ഇനി പഠിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ച് പരിഹസിച്ച ആളല്ലേ നിങ്ങൾ? ബാമയുടെ തുടരെ തുടരെയുള്ള സിഗ്നൽ സെബാസ്റ്റ്യൻ അവഗണിച്ചു. അയാൾ പിന്നെയും അജ്മലിന് നേരെ തിരിഞ്ഞു. ഇവൻ്റെ ഓരോ വസ്ത്രവും അലക്കി തേച്ചു മടക്കി കയ്യിൽ കൊണ്ടുകൊടുത്താലും പോരാ, ഒരു ചുളിവ് വീണാൽ ചീത്ത. അവൻ അന്ന് മനസ്സിൽ ഉദ്ദേശിച്ച ഡ്രസ്സല്ല അന്ന് ഇസ്തിരിയിട്ട് വെച്ചത് എന്നല്ലെങ്കിൽ അതിനും എൻ്റെ കുഞ്ഞിനെ ചീത്ത പറയും. ആരാണ് ഈ ന്യായീകരിക്കുന്നത്? സ്വന്തം അണ്ടർവെയർ പോലും സ്വന്തമായിട്ട് കഴുകാത്ത മഹാനോ? ഞാൻ ഇന്ന് ഇടാൻ ഉദ്ദേശിച്ച അണ്ടർവെയറിൻ്റെ കളർ പച്ചയല്ല ചുവപ്പാണെന്നും പറഞ്ഞ് തല്ലുണ്ടാക്കിയിരുന്ന പുണ്യാളനോ? ബാമക്ക് ദേഷ്യം അരിച്ചു കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ മൗനമായി. അതുമാത്രമോ അജ്മൽ, ടേബിളിലിരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും അവൻ എടുത്തു കുടിക്കില്ല. അത് എൻ്റെ കുട്ടി വായിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ എടുത്തു കുടിച്ചിരുന്നോ മിസ്റ്റർ സെബാസ്റ്റ്യൻ എന്ന് ചോദിക്കാൻ ബാമയുടെ നാവ് ധരിച്ചു. എൻ്റെ കുഞ്ഞിനെ എന്നെ വന്നൊന്ന് കാണാൻ പോലും അനുവദിച്ചിരുന്നില്ല. കുടുംബത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവളെ വിടില്ല. അന്നൊക്കെ ദേ ആ പയർ പോലെ ഇരിക്കുന്ന അവൻ്റെ തള്ളക്ക് തലചുറ്റലാവും, അല്ലെങ്കിൽ വയറുവേദന, അതുമല്ലെങ്കിൽ അമ്മ ചാവാൻ കിടക്കുകയാണെന്ന് പറഞ്ഞു കളയും ഇവൻ. സ്വന്തം അളിയൻ്റെ കല്യാണത്തിന് കൂടാത്ത ഒരുത്തനാണ് ഈ കിടന്ന് വീമ്പ് പറയുന്നത്. സെബാസ്റ്റ്യൻ്റെ ഹൃദയം ഉരണ്ടു. ഇതൊക്കെ പോട്ടെ, പ്രസവശേഷം അല്പം വണ്ണം വെച്ച് എന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ മോളെ പരിഹസിക്കുന്നതിന് കയ്യും കണക്കുമില്ല. ഒരു സ്ഥലത്ത് പോലും കൊണ്ടുപോയില്ല. അവന് നാണക്കേടാണെന്ന് പോലും. വെളുത്തു തൊടുത്തിരിക്കുന്ന എൻ്റെ മോളുടെ അടുത്ത് ഇരുത്താൻ കൊള്ളുമോ ഇവനെ? സെബാസ്റ്റ്യൻ നിന്ന് കിതച്ചു. ബാമയുടെ കണ്ണുകൾ കുറുകി. കറുത്തവൾ എന്ന് പറഞ്ഞ് അയാൾ എന്നെ എത്രമാത്രം അപമാനിച്ചിരിക്കുന്നു. പ്രണയിച്ച് നടക്കുമ്പോൾ നിനക്ക് കാട്ടുതേനീൻ്റെ നിറമാണെന്ന് പറഞ്ഞിരുന്നവൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കാട്ടുപോത്തിൻ്റെ നിറമാണെന്നാണ് പറഞ്ഞ് നടന്നിരുന്നത്. അതൊക്കെ പോട്ടെ, സ്വന്തം മോളായിരുന്നിട്ട് പോലും ഇങ്ങേർ എൻ്റെ മാധുരിയോട് ചെയ്തത്. മാധുരി ഓർക്കെ ബാമയുടെ കണ്ണുകളിൽ ഓരോ നിമിഷവും സങ്കടവും അഭിമാനവും നിറഞ്ഞു. നിറത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടവൾ, രൂപത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടവൾ, എൻ്റെ മാധുരി. ആ അമ്മ മനസ്സൊന്ന് തേങ്ങി. അതിലുമെല്ലാം ഉപരി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഒറ്റപ്പെട്ടു പോയവൾ. കാലങ്ങളായി സ്വന്തം അമ്മ അനുഭവിച്ചു വരുന്ന ക്രൂരതകൾക്ക് നേരെ ശബ്ദമുയർത്തിയവൾ. അമ്മയെ അടക്കി ഭരിച്ചു നിന്നിരുന്ന അച്ഛനെ ചോദ്യം ചെയ്തു തുടങ്ങിയ അന്നു മുതൽ അവൾ കുടുംബത്തിലെ ഒഫീഷ്യൽ അഹങ്കാരിയായി മാറി. മൃദു എന്നും അവളുടെ കാര്യങ്ങളെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ എന്നാൽ ഒരു മറുവാക്കോ അഭിപ്രായവുമില്ലാതെ അച്ഛൻ പറയേണ്ടത് കേൾക്കേണ്ടവളാണെന്നും പാചകം ചെയ്യേണ്ടവളാണെന്നും തുണി അലക്കേണ്ടവളാണെന്നും എല്ലാം സഹിക്കേണ്ടവളാണെന്നും മാത്രം മൃദുല വിശ്വസിച്ചു നടന്നു. അതിനും അപ്പുറം അമ്മക്കൊരു ലോകമുണ്ട്. അമ്മയുടെ ചിറകുകൾ അച്ഛൻ അരിഞ്ഞെടുത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുവാണെന്ന് കണ്ടെത്തിയത് മാധുരിയായിരുന്നു. രണ്ടും എൻ്റെ വയറിൽ ഒരേ സമയം കുരുത്തവർ തന്നെ. എങ്കിലും രണ്ടും 2 തരക്കാരായിരുന്നു. ബാമ ഓർത്തു. നീ എന്തിനാ അച്ഛനെയും മൃദുവിനെയും വിട്ട് സകല സുഖ സൗകര്യങ്ങളും വിട്ട് എനിക്കൊപ്പം എന്നതെന്ന് ഡിവോഴ്സിന് ശേഷം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാധുരി തന്ന മറുപടി. എൻ്റെ ചിറകുകൾ അച്ഛന് തീരെഴുതി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം അതിൽ നിന്നൊന്ന് ഞാൻ അമ്മക്ക് കടം തരാം. ആദ്യം ഒരു ചിറകിൽ പറക്കുമ്പോൾ നമ്മൾ 2 പേരും വീഴും അമ്മ. അതിന് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നോവും, നമ്മൾ ക്ഷീണിക്കും. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് ശീലമാവും. ഉയരങ്ങൾ താണ്ടാൻ ആ ഒരൊറ്റ ചിറക് മതിയാകും. അന്നു മുതൽ നമ്മൾ ലോകം കണ്ടു തുടങ്ങും. അതുവരെ നമുക്ക് ഒരുമിച്ച് പറക്കാൻ നോക്കാം അമ്മ. അതാണ് എൻ്റെ മാധു. അവളാണ് എൻ്റെ ധൈര്യം. മാധുവിൻ്റെ ചിന്തകൾ മൃദുവിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കണം അവൾ ഇന്ന് ഈ ആശുപത്രിയിൽ കിടക്കാൻ കാരണവും. സെബാസ്റ്റ്യനും അലനും കൂടെയുള്ള തല്ല് മുറുകിയപ്പോൾ അജ്മൽ ഇടപെട്ടു. 2 പേരെയും സമാധാനിപ്പിച്ച് 2 വഴിക്ക് കൊണ്ടിരുത്തി അവൻ. അല്ലെങ്കിലും എനിക്കിത് കിട്ടണം. ഞാൻ അവളെ സ്വന്തം മോളെ പോലെയാണ് നോക്കിയത്. രംഗമൊന്ന് ശാന്തമായപ്പോൾ അലൻ്റെ അമ്മ വാളും പരിചയവുമായി ഇറങ്ങി. കരയുന്നും മൂക്ക് ചീറ്റുന്നും അലൻ്റെ പപ്പയുടെ ദേഹത്ത് വെച്ച് തുടക്കുന്നുമൊക്കെയുണ്ട്. രാവിലെ 7 മണി ആവുന്നതോടെ ഞാൻ കുടുംബത്തിലെ എല്ലാ പണിയും തീർക്കും. കുടുംബത്തിലെ ഒരു പണി ഞാൻ ആ കൊച്ചിനെ കൊണ്ട് എടുപ്പിച്ചിട്ടില്ല. ഇന്നേ വരെ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി ആ കൊച്ചി എൻ്റെ മോന് കൊടുത്തിട്ടില്ല. അല്ല, അതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പരാതിയുമില്ല. എൻ്റെ മോൻ്റെ തുണി ഞാൻ അലക്കി കൊടുക്കും. അവരുടെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കാറുണ്ട്. എന്നിട്ടും എനിക്കിത് കിട്ടണം. അല്ലെങ്കിലും അത് ചില സ്ത്രീകളുടെ കുതന്ത്രമാണ്. അടുക്കളയിൽ നിന്നും അങ്ങനെയുള്ള അമ്മമാർ ഇറങ്ങില്ല. മരുമകൾ അടുക്കള കൈയടക്കിയാലോ എന്ന ഭയമാണ് അവർക്ക്. മകനെ തന്നിൽ നിന്ന് അകറ്റിയാലോ എന്ന ഭയം. മരുമക്കളെ ആ വീടിൻ്റെ ചുറ്റുപാടിനോട് പൊരുത്തപ്പെടാൻ അവർ സമ്മതിക്കില്ല. അമ്മയില്ലെങ്കിൽ തങ്ങളെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് മരുമക്കളെ കൊണ്ട് തന്നെ തോന്നിപ്പിക്കും. അതാണ് അത്തരക്കാരുടെ ആദ്യത്തെ സ്റ്റെപ്പ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ 7 ഇലത്ത് നീ ഉണ്ടാക്കുന്നത് വരുമോ എന്നും എൻ്റെ അമ്മയും ഇതുപോലെ അടുക്കളയിൽ കിടന്ന് മറിയുന്നതാ. എന്നിട്ട്
ഇന്നേ വരെ എൻ്റെ അമ്മ ഒരു പരാതിയോ പരിഭവമോ പറഞ്ഞിട്ടില്ല എന്നും മകനെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവർക്ക് നല്ല ഉത്സാഹമായിരിക്കും. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോവും. അതിനുവേണ്ടി അവർ ശരീരത്തിൻ്റെ തളർച്ചയെ പോലും വകവെക്കില്ല. ചിലപ്പോൾ മകൻ്റെ ആ ഒരൊറ്റ വാക്കിനു വേണ്ടി അവർ മരിക്കാൻ പോലും തയ്യാറാകും. അത്തരം സ്ത്രീകളോട് എനിക്കൊരു തരം സഹതാപമാണ്. അവർക്ക് വേറൊരു ലോകമില്ല. ആ അടുക്കളയും അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് തെളിയുന്ന അവരുടെ മകൻ്റെയും ഭർത്താവിൻ്റെയും മുഖവുമാവും അവരുടെ ലോകം. ആ ലോകത്തിനപ്പുറം ഒരു ലോകമുള്ളത് അവർ കണ്ടതായി പോലും നടിക്കില്ല. ആ ലോകത്തിനപ്പുറം പോകുന്ന സ്ത്രീകളെ അവർ പരിഹസിക്കും, അവരെ മോശക്കാരാക്കും. ബാം അലൻ്റെ അമ്മയിൽ തന്നെ കണ്ണുകൾ നാട്ടി. സെബാസ്റ്റ്യൻ പല്ലി ഞെരിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു. എൻ്റെ മോനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ അവൾ പുണ്യം ചെയ്യണം. അല്ലെങ്കിലും അമ്മ ഹിന്ദു ആണെന്ന് പറഞ്ഞ അന്ന് ഞാൻ ഇവനോട് പറഞ്ഞതാ ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട എന്ന്. ഇവൻ കേട്ടില്ല. അലൻ്റെ അമ്മ വിടാൻ പാവമില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നല്ലേ. സ്വഭാവം നോക്കി ഓരോ മതത്തിലേക്കും സെലക്ട് ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരു മതത്തിലും എടുക്കാതെ തെണ്ടിയേനെ നിങ്ങൾ. സെബാസ്റ്റ്യൻ്റെ തലച്ചോർ അലൻ്റെ അമ്മയെ നോക്കി മുരണ്ടു. ഹൃദയം കണ്ണു നിറച്ച് സെബാസ്റ്റ്യനെ നോക്കി. തലച്ചോർ എന്തേ ഹൃദയം, ആദ്യമായിട്ടാണ് നീ ഒരു നല്ല സിഗ്നൽ വിടുന്നത്. ആരാണ് ഈ പറയുന്നത്? വിവാഹത്തിന് മുന്നേ ഇങ്ങേരുടെ വായിൽ നിന്നും 100 വട്ടം ഞാൻ കേട്ട ഡയലോഗാണിത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന്. അതും പറഞ്ഞ് പറ്റിച്ചു കെട്ടിയതല്ലേ എന്നെ. വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ഞാൻ കൊണ്ടുവന്ന കൃഷ്ണവിഗ്രഹം എടുത്ത് ആക്രിക്കാരന് കൊടുത്തില്ലേ? എന്നിട്ടൊരു പറച്ചിലും ഇവിടെ യേശു മാത്രം മതിയെന്ന്. കൃഷ്ണന് ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പോലും. ഹോസ്പിറ്റലിൻ്റെ ചുമരിൽ കോർത്തിട്ടിരുന്ന യേശുവിൻ്റെ ഫോട്ടോക്ക് ഞൊടിയിടയിൽ അനക്കം വെച്ചു. 2 ദിവസം ബോറടിച്ചിരുന്ന എനിക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളെ കിട്ടിയതായിരുന്നു. അതൊക്കെ ഒരു കാലം. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. കൃഷ്ണൻ്റെ നീല നിറത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ വിഗ്രഹം എടുത്തുകൊണ്ട് ഓടിയത്. അതൊന്ന് മുഴുവൻ പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോ എന്ന് കൃഷ്ണൻ പറഞ്ഞതാ. യേശുവിൻ്റെ മുഖത്ത് കുഞ്ഞികൃഷ്ണൻ്റെ ബാക്കി വീരസാഹസിക കഥകൾ കേൾക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടം മുഴച്ചു നിന്നു. ഹൃദയം തലച്ചോറിനെ ഒന്ന് തറച്ചു നോക്കി. നീ നന്നായി എന്ന് വിശ്വസിച്ച എന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ടാ. ഹൃദയം പിറുവിടുത്തു. ദേ വരുന്നു അടുത്ത അവതാരം. ശ്വാസകോശം ഒരു നിമിഷം വരാന്തയിലേക്ക് തന്നെ കണ്ണും നട്ട് പണിമുടക്കി നിന്നു. ആ മുകളിലേക്ക് വലിച്ചുവിട്ട ശ്വാസം എത്രയും എളുപ്പം പുറത്തേക്ക് വിടേണ്ടതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനുള്ള വഴിയില്ലാതെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടപ്പുണ്ട്. തലച്ചോർ ശ്വാസകോശത്തിന് സിഗ്നൽ വിട്ടു. ശ്വാസകോശം അതുവരെ അടക്കി പിടിച്ച ശ്വാസം അത്രയും പുറത്തേക്ക് വിട്ടു. സതീർത്തിയോ, ഞാനിതാ വരുന്നതെന്നും പറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് തെറിച്ചുപോയി. ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി ഹൃദയം ഒന്ന് ചിരിച്ചു. മുന്നിൽ നിൽക്കുന്നവളെ കാണെ സെബാസ്റ്റ്യൻ്റെ തല ഒന്നുകൂടെ താഴ്ന്നുപോയി. മിസ്റ്റർ സെബാസ്റ്റ്യൻ, സംഭവം നമ്മൾ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു എന്നത് സത്യം തന്നെ. പക്ഷെ അവളുടെ മുന്നിൽ തലയും താഴ്ത്തിയിരുന്നാൽ അത് വല്ലാത്തൊരു തോൽവിയായി പോവും. അതുകൊണ്ട് നമ്മൾ തോറ്റുവെന്ന് മാധുരിയെ അറിയിക്കാതെ തലയും ഉയർത്തിയിരിക്കലാണ് നമുക്ക് നല്ലത്. തലച്ചോർ സിഗ്നൽ വിട്ടപാടെ സെബാസ്റ്റ്യൻ തല ഉയർത്തി പുച്ഛം നിറച്ച് മുന്നിൽ നിൽക്കുന്ന മാധുരിയെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ വെളിച്ചം അയാളുടെ മുഖത്തേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നുവെങ്കിലും ആ വെള്ളി വെളിച്ചത്തെ പാടെ അവഗണിച്ചുകൊണ്ട് നീ പിന്നെയും കടത്തുപോയല്ലോ മാധുരി എന്നായിരുന്നു സെബാസ്റ്റ്യൻ സ്വന്തം മകളോട് ചോദിച്ച ആദ്യത്തെ കുശലാന്വേഷണം. ആ ഒരൊറ്റ വാചകം അവളെ തളർത്താതെ എവിടെ പോവാൻ? എന്ത് വലിയ പുരോഗമന ചിന്തകളിൽ നൂണ്ടുകയറിയാലും കറുപ്പും തടിയും കഷണ്ടിയും ഒക്കെ ഇന്നും ആളുകളെ വേദനിപ്പിക്കും. അതൊരു പച്ചയായ സത്യം തന്നെയാണ്. സ്വന്തം മോളെ കുത്തിപ്പരിക്കേൽപ്പിച്ചെന്ന ആത്മസംതൃപ്തിയിൽ അയാളെ തന്നെ നോക്കിയിരുന്നു. അത് പപ്പയുടെ കറുത്ത ഹൃദയം കൊണ്ട് നോക്കിയിട്ടാ. ഇടക്കതൊന്ന് പോളിഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമാകും. മാധുരി തുറന്നടിച്ചു. അയാളുടെ ആദ്യത്തെ അസ്ത്രം തിരിഞ്ഞു വന്ന് അയാളെ തന്നെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മിഷൻ ഫെയിൽഡ്. തലച്ചോർ സിഗ്നൽ വിട്ടു. ഞാൻ എന്ത് ചെയ്തിട്ട് എൻ്റെ മക്കട്ട് കയറുന്നത്? ലേ സെബാസ്റ്റ്യൻ്റെ ഹൃദയം. ബാമ സെബാസ്റ്റ്യൻ്റെ ഇരിപ്പ് കണ്ട് പുച്ഛത്തോടെ നോക്കി. മാധുരി തിരിഞ്ഞ് അലനെ നോക്കിയപ്പോൾ അവൻ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. കൂടെ അവൻ്റെ മമ്മയും. ബാമ മാധുരിയെ കാണെയുള്ള അവരുടെ പരിഭ്രമം നോക്കിയിരുന്നു പോയി. രണ്ടും എൻ്റെ വയറിൽ ഒരേ സമയം കുരുത്തവർ. മൃദുലയെ അവർ വേലക്കാരിയായി നോക്കുമ്പോൾ മാധുരിയെ അവർ അങ്ങേയറ്റം ബഹുമാനത്തോടെ നോക്കുന്നു. മാധുരി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ സെബാസ്റ്റ്യൻ്റെ നേരെ തിരിഞ്ഞു. കേസ് ഗാർഹിക പീഡനമല്ലേ? കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസ് വന്നില്ലേ? ഗൗരവമേറിയ അവളുടെ സംസാരം എല്ലാവരെയും ഞെട്ടിച്ചു, സെബാസ്റ്റ്യനെ അടക്കം. പപ്പ ചോദിച്ചത് കേട്ടില്ലേ? കേസ് കൊടുത്തില്ലേ എന്ന്. മിണ്ടാതെ പരിഭ്രമിച്ചിരിക്കുന്ന സെബാസ്റ്റ്യനെ നോക്കി അവൾ നെറ്റി ചൊളിച്ചു. അന്നേരം അവൾ തൻ്റെ മകളല്ല എന്ന് അയാൾക്ക് തോന്നി. പകരം പല്ലിന് പല്ലും എല്ലിന് എല്ലും എന്ന രീതിയിൽ നിയമം നടപ്പാക്കുന്ന ഒരു നിയമപാലക അവളുടെ ഉള്ളിൽ നിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ തോന്നി സെബാസ്റ്റ്യന്. ഇല്ല, അയാൾക്ക് തൊണ്ട വരണ്ടു. എന്തുകൊണ്ട്? മാധുരിയുടെ ശബ്ദത്തിന് ഗൗരവമേറി. അത് പ്രശ്നം വഷളായാൽ അത് എല്ലാവരെയും ബാധിക്കും. അതുകൊണ്ട് ഒതുക്കി തീർത്തു. മനസ്സിലായില്ല? മാധുരി വിടാൻ പാവമില്ല. പുറത്തിറങ്ങിയാൽ എല്ലാവർക്കും നാണക്കേടല്ലേ? അതുകൊണ്ട് സെബാസ്റ്റ്യൻ നിന്ന് വിക്കി.
നിങ്ങൾക്ക് നാണക്കേടായിരിക്കും പപ്പ, കാരണം നിങ്ങൾ ആരുടെയും അഭിപ്രായം മുഖവുരക്ക് എടുക്കാതെ നടത്തിയ വിവാഹമല്ലേ. അമ്മയോടുള്ള വാശിക്ക് ഒരു മകളെ കുരുതി കൊടുത്തതല്ലേ. സെബാസ്റ്റ്യൻ്റെ നാവ് ഇറങ്ങിപ്പോയി. നിങ്ങൾക്ക് ആ പെണ്ണിനെ വെച്ച് ഇങ്ങനെ മരണക്കളി കളിച്ച് മതിയായില്ലേ. ഭാമ സെബാസ്റ്റ്യൻ്റെ ഇരുത്തം കണ്ട് പൊട്ടിത്തെറിച്ചു. നിന്റെ പോലെ മകളും ഡിവോഴ്സായി നടക്കണമെന്നായിരിക്കും. അതാണല്ലോ നിന്റെ ആഗ്രഹം. അത് ഈ സെബാസ്റ്റ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കത്തില്ല. സെബാസ്റ്റ്യൻ ഭാമയോട് തട്ടിക്കയറി. അപ്പോൾ എന്താ പപ്പയുടെ ഉദ്ദേശം? അവളെ ഇനിയും അലൻ്റെ കൂടെ വിടാനോ? മാധുരി ശാന്തതയോടെ തന്നെ ചോദിച്ചു. അത് പിന്നെ അവൻ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് ഒരു ബന്ധം അറുത്തുമുറിച്ച് കളയാൻ പറ്റുമോ? രണ്ടാളും വിട്ടുവീഴ്ച ചെയ്താലേ ഒരു ദാമ്പത്യം മുന്നോട്ട് പോകും. അവൻ്റെ ഭാഗത്തുള്ള തെറ്റുകൾ അവൻ തിരുത്തട്ടെ, സെബാസ്റ്റ്യൻ പറഞ്ഞു. നമ്മളും ജീവിച്ചില്ലേ 20 കൊല്ലം. നിങ്ങൾ ചെയ്ത ഒരു വിട്ടുവീഴ്ച പറഞ്ഞാലും മഹാമനുഷ്യ. ഭാമയുടെ സിഗ്നൽ അടുത്ത യുദ്ധത്തിനിറങ്ങി. നീ കുറേ നേരമായല്ലോ ഞാൻ നിന്നോട് എന്തോ അപരാധം ചെയ്ത പോലെ നിന്ന് പ്രസംഗിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സെബാസ്റ്റ്യൻ ഭാമക്ക് നേരെ ചീറി. മാധുരി സെബാസ്റ്റ്യന് കുറുകെ ആയി നിന്നു. ഇങ്ങനെ ചാടിക്കയറാൻ അവരിപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ല മിസ്റ്റർ സെബാസ്റ്റ്യൻ. മാധുരിയുടെ കണ്ണുകൾ കുറുകി. നീ ഇതിൽ ഇടപെടേണ്ട മാധു, അയാൾ അവൾക്ക് നേരെ ആക്രോശിച്ചു. ഞാനും തൽക്കാലത്തേക്ക് നിങ്ങളുടെ മകളല്ല, സബ് കളക്ടർ മാധുരിയാണ്. സെബാസ്റ്റ്യൻ്റെ പത്തിക്ക് തന്നെ അടിയേറ്റു. തൊടുത്തുവിട്ട അഡ്രിനാലിൻ തലച്ചൊറിഞ്ഞൊടിയിടയിൽ പിൻവലിച്ചു. പകരം സെറോട്ടോണിനും ഡോപ്പമിനും കളം നിറഞ്ഞാടി. എന്തിനാ എന്നെ തിരിച്ചു വിളിച്ചത്? അഡ്രിനാലിൻ തലച്ചോറിനോട് തട്ടിക്കയറി. നീ ഈ എടുത്തുചാട്ടവും മുൻകോപവും വെച്ച് അങ്ങോട്ട് ചെന്നാൽ ശരിയാവത്തില്ല. ആ പെണ്ണ് നിന്റെ ബ്ലഡ് സപ്ലൈ തന്നെ കട്ടാക്കി കളയും. തൽക്കാലം സെറോട്ടോണിനും ഡോപ്പമിനും പോയി ഒരു തഞ്ചത്തിൽ സംസാരിക്കട്ടെ. അഡ്രിനാലിൻ പല്ല് കടിച്ചു മാറിയിരുന്നു. സെബാസ്റ്റ്യൻ പെട്ടെന്ന് ശാന്തനായി. അത് മാധു, നീ തന്നെ ആലോചിച്ചു നോക്ക്. പപ്പ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. വേറെ സ്ത്രീകളുമായി അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ പോലും മാന്യതയ്ക്ക് നിരക്കാത്ത ഒരു വാക്കുപോലും ഭാമയെ വിളിച്ചിട്ടില്ല. ഒന്ന് തല്ലിയിട്ടില്ല. പിന്നെ ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്തില്ല എന്നാണ് ഇവൾ പറയുന്നത്? അലൻ സെബാസ്റ്റ്യൻ ചോദിച്ചു. അലൻ്റെ അമ്മ ഭാമയെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നു. പിന്നെ ഈ പെണ്ണുമ്പിള്ള എന്തിനാണ് ഡിവോഴ്സ് വാങ്ങി ഇറങ്ങിപ്പോയത് എന്നൊരു ആത്മകഥം അവരിൽ നിന്ന് ഉയർന്നു. ചിലർക്കൊരു വിചാരമുണ്ട്, പെണ്ണ് പിടിക്കുന്നവരും കള്ളു കുടിക്കുന്നവരും മാത്രമാണ് മോശപ്പെട്ട ഭർത്താക്കന്മാർ എന്ന്. അതിലും അപ്പുറം ഭാര്യ ഒരു വേലക്കാരിയായി കണ്ടതിൽ കുഴപ്പമില്ല. 1 രൂപ കയ്യിൽ കൊടുക്കുമ്പോൾ കണക്ക് പറയുന്നത് തെറ്റല്ല. അവളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവർ, അവളെ ഒന്ന് പുറംലോകം കാണിക്കാതെ 4 ചുമരുകൾക്കിടയിൽ തളച്ചിടുന്നവർ, അവളുടെ വീട്ടുകാരെ ചീത്ത വിളിക്കുന്നവർ, അവളെ കേവലം ലൈംഗിക ഉപകരണമായി കാണുന്നവർ, അവരൊന്നും തെറ്റല്ല. അവരൊന്നും തെറ്റേ അല്ല. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ശരിയാണ്. അത് ഓരോ കീഴ്വഴക്കങ്ങളായി സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി തല്ലുന്ന ഭർത്താക്കന്മാർ മോശം. ഭർത്താവ് തല്ലുന്നില്ലേ? അത് തന്നെ ഭാഗ്യം. അങ്ങനെ ചില കൂട്ടർ. ഭാമയിൽ ഒരു പുച്ഛച്ചിരി പതഞ്ഞു വന്നു. തല്ലിയാൽ ദേഹം ഒന്ന് നോവും, ചിലപ്പോൾ കഠിനമായി നോവും. അത് നോക്കിയാൽ മറ്റുള്ളവർക്ക് കാണുന്ന മുറിവുകളാണ്. എന്നാൽ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുമ്പോൾ മറ്റാർക്കും കാണാൻ കഴിയാത്ത മുറിവുകൾ മനസ്സിൽ പറ്റിയിട്ടുണ്ടാകും. ആ മുറിവിന് ആഴം കൂടുതലായിരിക്കും. ആ മുറിവിൽ നിന്നും നിർത്താതെ രക്തം കിരിയുന്നതൊന്ന് ആലോചിച്ച് നോക്ക്. അതൊന്നുണങ്ങുമ്പോഴേക്കും അത്തരം ഭർത്താക്കന്മാർ പിന്നെയും അതിൽ മുറിപ്പെടുത്തും. ഉണങ്ങിത്തുടങ്ങി എന്ന് നമ്മൾ വിചാരിച്ച മുറിവ് പിന്നെയും വേദന പടർത്തുന്നതൊന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ആലോചിക്കാനല്ലേ? മാനസികാരോഗ്യത്തിന് ശാരീരികാരോഗ്യത്തെ പോലെ ഒരിക്കലും നമ്മളുടെ സമൂഹം വില കൊടുക്കില്ല, ഒരു കാലത്തും. ഡിപ്രഷൻ ഇന്നും ഒരു രോഗമായി അംഗീകരിക്കാൻ നമ്മളുടെ സമൂഹം മടിക്കുന്ന പോലെ. അലൻ്റെ അമ്മ അന്നേരവും ഭാമയെ അത്ഭുത ജീവിയെ പോലെ തന്നെ നോക്കി നിന്നു. എന്നാലും അടിയില്ല, വലിയില്ല, കുടിയില്ല, പെണ്ണുപിടിയനുമല്ല. എന്നിട്ടും ഈ പെണ്ണിന് ഇതെന്ത് കേട് എന്ന പോലെ അവർ നോക്കി. അല്ലെങ്കിലും പെണ്ണിൻ്റെ ശത്രു പെണ്ണ് തന്നെയാണ്, അന്നും ഇന്നും എന്നും. ഒരു പെണ്ണ് സ്വാതന്ത്ര്യമായി ഒരു തീരുമാനമെടുത്താൽ അതിനെ ആദ്യം ചോദ്യം ചെയ്യുന്നത് ജീവിതത്തിൽ അന്നേ വരെ സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ അവസരം കിട്ടാത്ത മറ്റൊരു സ്ത്രീയായിരിക്കും. മേഡം, ഒരുപാട് നേരമായി എത്തിയിട്ട്. നഴ്സ് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ OP-യിലായിരുന്നു. അതും പറഞ്ഞ് മുന്നിലേക്ക് വരുന്ന ഡോക്ടറെ മാധുരി തറപ്പിച്ച് നോക്കി. ഞാൻ മാമിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. മാം ഈ പോസ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ മാമിൻ്റെ ഒരുപാട് കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ചില കവിതകളൊക്കെ എനിക്ക് മനഃപ്പാടമാണ്. അയാൾ വാചാലനായി. മാധു ഒന്നും മിണ്ടിയില്ല. എന്ത് പറ്റി മാഡം? പെട്ടെന്നൊരു വിസിറ്റ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സബ് കളക്ടറുടെ മുഖത്തെ ഗൗരവം കണ്ട് ഡോക്ടർ രംഗം പന്തിയല്ലെന്ന് തോന്നി. ഡോക്ടറുടെ പേരെന്താണ്? ഗൗരവം ഒട്ടും കൊടുക്കാതെ മാധുരി ചോദിച്ചു. ശരത്, അയാൾ മറുപടി പറഞ്ഞു. ഡോക്ടർ ശരത്. ഞാൻ ഇവിടെ വരുന്നവരെ ഈ ഇഷ്യൂ എനിക്ക് പേഴ്സണലായിരുന്നു. പക്ഷേ ഇപ്പോൾ മുതൽ എനിക്കിത് എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ബന്ധപ്പെട്ടതാണ്. മാധുരി കണ്ണുകൾ കുറുക്കി അയാളെ നോക്കി. വാട്ട് ഹാപ്പൻ മാം? എനിത്തിങ് സീരിയസ്? ഇന്നലെ ഇവിടെ അഡ്മിറ്റാക്കിയ മൃദുല നിങ്ങളുടെ പേഷ്യൻ്റ് അല്ലേ? ശരത് സെബാസ്റ്റ്യനെ ഒന്ന് പാളി നോക്കി. സെബാസ്റ്റ്യൻ തലകുനിച്ച് നിൽപ്പാണ്. ആൻസർ മീ ഡോക്ടർ. യെസ്. എന്നിട്ട് ആ കുട്ടിക്ക് എന്തായിരുന്നു അസുഖം? അത് ഇടത്തെ കൈയിലെ വെയിൻ കട്ടായിരുന്നു. ഹെവി ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു. വരുമ്പോൾ ആള് അൺകോൺഷ്യസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അപകടനില തരണം ചെയ്തു.
ഓക്കെ. മൃദുലയുടെ വെയിൻ എങ്ങനെ കട്ടായി? മാധുരി അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം എയ്തുകൊണ്ട് ചോദിച്ചു. ശരത് തല താഴ്ത്തി നിന്ന് ചുറ്റും നോക്കി. പലരും തങ്ങളെ നോക്കുന്നുണ്ട്. മാം പ്ലീസ് അകത്തേക്ക് ഇരിക്കാം. ശരത്, ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. മൃദുല തനിയെ വെയിൻ കട്ട് ചെയ്തതാണ്. ശരത് പതിയെ പറഞ്ഞു. എന്തിന്? ബോധം വന്നപ്പോൾ താങ്കൾ ചോദിച്ചില്ലേ? ആ കുട്ടി ഡൊമസ്റ്റിക് വയലൻസിന് ഇരയാണ് മാം. ശരത്തിന് പിന്നിലായി നിന്നിരുന്ന സിസ്റ്റർ തുറന്നു പറഞ്ഞു. ശരത് തറപ്പിച്ച് സിസ്റ്ററെ ഒന്ന് നോക്കി. പക്ഷേ അവിടെ അത് കണ്ടതായി പോലും ഭാവിച്ചില്ല. സിസ്റ്ററുടെ പേരെന്താണ്? മാധുരിയുടെ ശബ്ദം അന്നേരം സൗമ്യമായി. ലക്ഷ്മി. അവൾ സെബാസ്റ്റ്യനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് ഗാർഹിക പീഡനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? ആത്മഹത്യാശ്രമമാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പോലീസിനെ അറിയിച്ചില്ല അല്ലേ? ഞാൻ ഇന്ന് ഡേ ആണ് ഓഫ് കഴിഞ്ഞ് ജോലിക്ക് കയറിയത്. ഞാൻ ഇതിപ്പോൾ അറിയുന്നുള്ളൂ മാം. ഞാൻ പോലീസിൽ ബന്ധപ്പെടാൻ ശരത് ഡോക്ടറോട് പറഞ്ഞിരുന്നു. ഇരയുടെ സ്വന്തം അച്ഛൻ ഈ കേസ് പുറത്തറിയാതെ മൂടിവെച്ചാൽ ഡോക്ടറെ മുടങ്ങിപ്പോയ വീട് പണിക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞെന്ന്. എനിക്കും കിട്ടിയ ഓഫർ. അതിന് കൂട്ടുനിന്നാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഓപ്പറേഷന് ഒരു 50,000 രൂപ തരാമെന്ന് പറഞ്ഞു. എനിക്ക് 50,000 ഓഫർ വന്നെങ്കിൽ ഡോക്ടർക്ക് അത്യാവശ്യം കൈമടക്ക് കിട്ടിക്കാണും. സിസ്റ്റർ പറയുന്നത് കേട്ട് ശരത്ത് തലയും താഴ്ത്തി നിന്ന് വിയർത്തു കുളിച്ചു. ലക്ഷ്മിയുടെ പരിഹാസ മുനയോടെയുള്ള സംസാരം കേട്ട് മാധു അവരെ തന്നെ നോക്കി നിന്നു. തന്നെപ്പോലെ മറ്റൊരുവൾ. പേരെന്തായിരുന്നു സിസ്റ്റർ? മാധു ഒന്നുകൂടെ എടുത്തു ചോദിച്ചു. ലക്ഷ്മി ജിതിൻ. അവൾ സെബാസ്റ്റ്യനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരത് ഡോക്ടർ ഇപ്പോൾ പോയിക്കോളും. നമുക്ക് പിന്നെ വിശദമായി ഒന്ന് കാണണം. മാധു ഡോക്ടറെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ലക്ഷ്മി, നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ ഫീൽഡിൽ ആവശ്യം. മാധു ലക്ഷ്മിയെ അഭിനന്ദിക്കാനും മറന്നില്ല. മാം, സബ് കളക്ടറുടെ സിസ്റ്ററാണ്. പുറം ലോകം അറിഞ്ഞാൽ കളക്ടർക്കാണ് നാണക്കേട്. സഹായിക്കണം എന്നൊക്കെ കരഞ്ഞു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂട്ടുനിന്നത്. സോറി മാം. ശരത് ഡോക്ടർ കൈമലർത്തി മാപ്പ് സാക്ഷിയായി. മാധു സെബാസ്റ്റ്യനെ തറപ്പിച്ചൊന്ന് നോക്കി. സെബാസ്റ്റ്യൻ തലതാഴ്ത്തി നിന്നു. ഓ, അവളെ അംഗീകരിക്കാനുള്ള മനസ്സ് ഇതുവരെ നിങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷെ അവളുടെ സ്ഥാനത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞു അല്ലേ? ഭാമ പുച്ഛത്തോടെ ഒരു സിഗ്നൽ കൂടെ വിട്ടു. സെബാസ്റ്റ്യൻ ഒന്നുകൂടെ തലതാഴ്ത്തി നിന്നു. ആശാനെ കിട്ടി. സിഗ്നൽ ചോർത്തുന്ന ചാരനെ കിട്ടി. ശ്വാസകോശം തലച്ചോറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരടാ അത്? തലച്ചോർ വാളും പരിചയം എടുത്ത് യുദ്ധത്തിനുള്ള കച്ചമുറുക്കി. ശ്വാസകോശം ഇടം കണ്ണാലെ കിഡ്നിയെ ഒന്ന് നോക്കി. കിഡ്നി ഒരു കൂസലുമില്ലാതെ കൈകെട്ടിയിരിക്കുന്നു. നീയാണോ സിഗ്നൽ ചോർത്തുന്നത്? കിഡ്നിയോട് തലച്ചോർ ചോദിച്ചു. ആണെങ്കിൽ? കിഡ്നി ഒരു ഭാവമാറ്റവും ഇല്ലാതെ ചോദിച്ചു. സിഗ്നൽ ചോർത്തിയത് നീയാണെന്ന് അറിഞ്ഞാൽ അതിനുള്ള നടപടികൾ നേരിടേണ്ടി വരും. തലച്ചോർ ഗൗരവം പൂണ്ടു. എൻ്റെ താൻ എന്നെ വിരട്ടുകയാണോ? മര്യാദക്കെങ്കിൽ മര്യാദ. കിഡ്നി തലച്ചോറിനെ നോക്കി ചീറി. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. ഹൃദയം കനത്ത ആലോചനയിൽ കിഡ്നിയെ നോക്കി. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. തലച്ചോറും ദേഷ്യപ്പെട്ടു. ഏയ്, ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും. ഹൃദയം വെള്ളക്കൊടി വീശി. അല്ല ആശാനെ, എന്താ അവൻ്റെ ശബ്ദത്തിനൊരു കനം? തീരെ ബഹുമാനമില്ലാത്ത പോലെ. ശ്വാസകോശം തലച്ചോറിനോട് അടക്കത്തിൽ ചോദിച്ചു. കനം കാണും, ബഹുമാനം കാണുകയുമില്ല. അതിനൊരു കാരണമുണ്ട്. തലച്ചോർ കിഡ്നിയെ തന്നെ തുറച്ചു വെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു കഥ ചൊല്ലട്ടുമാ? കിഡ്നി എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. തലച്ചോർ വേണ്ടെന്ന് കിഡ്നിയെ നോക്കി കണ്ണ് കാണിച്ചു. കിഡ്നി അതൊന്ന് പുച്ഛിച്ചു വിട്ടു. ഞാൻ സെബാസ്റ്റ്യൻ്റെ കിഡ്നിയല്ല, ഭാമയുടേതാണ്. ഇരുവൃക്കകളും തകരാറിലായ സെബാസ്റ്റ്യന് ഭാമ കൊടുത്ത ദാനം. അതാണ് ഞാൻ. കിഡ്നിയുടെ വെളിപ്പെടുത്തൽ അവിടെ ഒരു പ്രകമ്പനം തീർത്തു. ഹൃദയം മിടിപ്പ് നിർത്തി മാറിയിരുന്നു. തലച്ചോർ ഹൃദയത്തെ തോണ്ടി വിളിച്ചു. മിണ്ടരുത് നീ. എന്നിട്ടാണോ ആ സ്ത്രീക്ക് നേരെ നീ ഇങ്ങനെ കുരച്ചു ചാടാൻ അയാൾക്ക് സിഗ്നൽ കൊടുക്കുന്നത്? മനുഷ്യനായാൽ നന്ദി വേണം, നന്ദി. അതും ഇല്ലെങ്കിൽ ലേശം ഉളുപ്പ്. ഹൃദയം ചൊടിച്ചു. നീ ഒന്ന് സമാധാനപ്പെട്. തലച്ചോർ പിന്നെയും ഹൃദയത്തെ തോണ്ടി വിളിച്ചു. എന്താ? ഒന്ന് മിടിക്കാമോ? പറ്റത്തില്ല. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. നീ പോയാൽ അടുത്ത ഹൃദയം, അത്രയേ ഉള്ളൂ. ആരോഗ്യമേഖലയൊക്കെ വല്ലാതെ പുരോഗമിച്ചു. തലച്ചോറ് ഏറുകണ്ടിട്ട് ഹൃദയത്തെ നോക്കി. മടിച്ച് ഹൃദയം ഒന്ന് മിടിച്ചു. എല്ലാവരും ഓരോ മൂലയിലായി ഇരിപ്പുറപ്പിച്ചു. താടിക്ക് കൈയും കൊടുത്ത് ഐസിയുയിലേക്ക് കണ്ണും നട്ട്. ഇനി മൃദുവിൻ്റെ വാക്കിൽ മാത്രമാണ് ഒരു പ്രതീക്ഷ. കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും കേസ് കൊടുക്കാൻ കൂട്ടു നിൽക്കരുത് എന്ന് മൃദുവിനോട് പറയണം. പപ്പാക്ക് നാണക്കേടാവുന്നതൊന്നും അല്ലേലും എൻ്റെ കൊച്ചു ചെയ്യുകയില്ല. സെബാസ്റ്റ്യൻ അയാളെ തന്നെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് തൊട്ടപ്പുറം ഇരുന്നിരുന്ന മാധു ചാടി എഴുന്നേൽക്കുന്നത് കണ്ടു. ആ മിഴികൾ തിളങ്ങുന്നതും. ഇതുവരെ കാണാത്ത ഒരു ചിരി അവളുടെ ഉള്ളിൽ. മാധുവിന് മുന്നിലായി അജ്മൽ. സെബാസ്റ്റ്യൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവർ തമ്മിൽ പരിചയമുണ്ടോ? അല്പം മാറി നിന്ന് സംസാരിക്കുന്ന മാധുവിലേക്കും അജ്മലിലേക്കും മിഴികൾ നിളവെ സെബാസ്റ്റ്യന് ഒരു നിമിഷം അയാളും ഭാമയും സ്നേഹിച്ച് നടന്ന കാലം ഓർമ്മ വന്നുപോയി. ഞാൻ എന്താണ് ഈ ആലോചിക്കുന്നത്? മാധു ആരാ? ഒരു സബ് കളക്ടർ. അവൻ ആരാ? വെറും ഒരു ക്യാൻറ്റീൻ ജീവനക്കാരൻ. അവർ ഇഷ്ടത്തിലാവും എന്ന് ചിന്തിച്ചതിന് അയാളെ തന്നെ ചീത്ത വിളിച്ചു. നിങ്ങളുടെ ചിന്ത ആദ്യമായി ശരിയായത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് മനുഷ്യ. ഓടിപ്പാഞ്ഞു വരുന്ന ഭാമയുടെ സിഗ്നലിനെ തലച്ചോർ രണ്ട് കൈയും കൂട്ടി ക്യാച്ച് പിടിച്ചു.
സെബാസ്റ്റ്യൻ ഒന്ന് ഞെട്ടി. അവർ വിവാഹിതരാകാൻ പോകുന്നവരാണ്. ഭാമയുടെ അടുത്ത സിഗ്നൽ കയ്യിൽ തട്ടിയപ്പോഴേക്കും തലച്ചോറിന് പൊള്ളി. അത് കൈകൾക്കിടയിലൂടെ ഊർന്നുപോയി. സെബാസ്റ്റ്യൻ ചാടി എഴുന്നേറ്റു. നീണ്ട 28 കൊല്ലമായി പൊടി പിടിച്ച് കിടന്നിരുന്ന മാധുരിയുടെ അച്ഛൻ എന്ന പോസ്റ്റ് അയാൾ പൊടി തട്ടിയെടുത്തു. മാധു! അയാൾ മാധുരിക്ക് നേരെ ചീറി. അവൾ വിളി കേട്ടെങ്കിലും ഒന്നും മിണ്ടാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. നീയും ഇവനും തമ്മിൽ എന്താ ബന്ധം? അയാൾ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. വരുന്ന 22-ാം തീയതി സബ് കളക്ടർ മാധുരിയുടെ വിവാഹമാണ്. വരൻ അജ്മൽ ഖാസിം. മാധുരി ഇരു കൈകളും മാറിൽ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. സെബാസ്റ്റ്യൻ അടുത്തത് താൻ എന്ത് ചോദിക്കണമെന്നറിയാതെ നിന്നുപോയി. മതം പറഞ്ഞു ചെന്നാൽ അവൾ എന്നെ വലിച്ചു കീറും. അത് വേണ്ട. അയാൾക്ക് തന്നെ മുന്നറിയിപ്പ് കൊടുത്തു. നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല മാധു? ഒരു ഹോട്ടൽ ജീവനക്കാരൻ സെബാസ്റ്റ്യൻ അജ്മലിനെ വെറുപ്പോടെ നോക്കി. ഉള്ളിൽ കിടന്നിരുന്ന മൃദുലയുടെ രക്തം അനിയന്ത്രിതമായി തിളച്ചു മറിഞ്ഞു. അജ്മലിൻ്റെ മുഖം ശാന്തമായി കാണപ്പെട്ടു. അജ്മൽ ഒരു ഹോട്ടൽ ജീവനക്കാരനായിരുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അവൻ IAS എക്സാം എഴുതി പാസ്സായി നിൽക്കുന്നൊരുവനാണ്. കഴിഞ്ഞ 2 വട്ടം എഴുതി കിട്ടാതെ ആയപ്പോഴും അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മകനൊന്നും ആവില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു തനിക്കെന്ന്. നാളെ ഉമ്മയും അദ്ദേഹവും കണ്ടുമുട്ടുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് എൻ്റെ ഉമ്മയുടെ തല ഉയർത്തിപ്പിടിച്ച് തന്നെ എനിക്ക് കാണണമെന്ന്. 3-ാം വട്ടം അവൻ പറഞ്ഞ വാക്ക് അങ്ങ് പാലിച്ചു. മാധുരി പറഞ്ഞത് കേട്ട് ഒരു നിമിഷം സെബാസ്റ്റ്യൻ കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെയായി. അപ്പോഴും അജ്മൽ മൗനമായിരുന്നു. അവൻ ശാന്തമായി അവൻ്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു. നാവ് നഷ്ടപ്പെട്ടവനെ പോലെ സെബാസ്റ്റ്യൻ കണ്ണും തുറച്ച് നിന്നുപോയി. അലൻ പതിയെ മൃദുവിൻ്റെ കൈകളിൽ തലോടി. അവൾ പൊടുന്നനെ അവൻ്റെ കൈകൾ തട്ടിമാറ്റി. അലൻ പിന്നെയും അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അനക്കമില്ലാതെ കിടന്നു. കയ്യിൽ ഒരു തണുപ്പ് വീണപ്പോൾ ആണ് മൃദു മുഖം ഉയർത്തി നോക്കിയത്. അവൻ കരയുകയാണെന്ന് കണ്ടപ്പോഴേക്കും അവളുടെ ഹൃദയത്തിൽ എന്തോ നോവ് പടർന്നു. എന്തിനാ മൃദു എന്നെയും മോനെയും ഇട്ടിട്ട് പോകാൻ നോക്കിയത്? ഞാൻ അത്രയും മോശമായിരുന്നോ? നിനക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയുമെന്നല്ലാതെ. ഇതൊന്നും നിനക്ക് ഇത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ ഓർത്തില്ലടാ. മൃദുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് കാണെ അലൻ്റെ കണ്ണുകൾ കൗശലം കൊണ്ട് കുറുകി. അവസാനത്തെ അടവ്. അലൻ അവളുടെ കാൽക്കലിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മൃദു ഞെട്ടി. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെയായി. കൈയെത്തിച്ച് അവൾ അലനെ തടഞ്ഞു. 1-2 മിനിറ്റിനുള്ളിൽ അലൻ ആദ്യത്തേക്കാൾ കൂടുതൽ അധികാരം മൃദുലയിൽ നേടിക്കഴിഞ്ഞിരുന്നു. അതൊന്ന് ഊട്ടിയുറപ്പിക്കാൻ മുന്നേ എപ്പോഴോ ഉണ്ടായ ചിതലരിച്ചു കിടന്ന സകല പ്രണയരംഗങ്ങളും കുഞ്ഞു ജനിച്ചതും ഗിഫ്റ്റുകൾ കൈമാറിയതുമൊക്കെ അലൻ പൊടി തട്ടിയെടുത്തുകൊണ്ടിരുന്നു. അപ്പുറത്തുള്ള മഞ്ഞുമല ഉരുകുന്നത് അവൻ അകക്കണ്ണിൽ കണ്ടു. വാതിൽ തുറന്ന് പുറത്തു കടന്ന അലൻ വിജയഭാവത്തിൽ മാധുവിനെ നോക്കിയൊന്ന് ചിരിച്ചു. മാധു അവനെ ശ്രദ്ധിക്കാതെ തന്നെ അകത്തേക്ക് കടന്നു. നിന്റെ ഈ ചിരി ഇന്നത്തോടെ തീർക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ. മൃദു, പോലീസിൽ കേസ് കൊടുക്കട്ടെ അലനെതിരെ? നീ ഒന്ന് സമ്മതം മൂളിയാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മാധു മൃദുവിൻ്റെ പ്രതികരണം അറിയാൻ എന്ന പോലെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അത് വേണ്ട മാധു. മൃദുല പരിങ്ങി. എന്തുകൊണ്ട് വേണ്ട? മാധുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. വേണ്ട, അത്ര തന്നെ. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. മൃദുലയിൽ ചെറുതല്ലാത്തൊരു തരം ദേഷ്യം. നീ ഇതെന്ത് ചിന്തിച്ചിട്ടാ? നിന്റെ ജീവിതം നീ ഇങ്ങനെ നശിപ്പിച്ച് കളയാതെ മൃദു. മാധുവിലെ സഹോദരി ഉണർന്നു. നിനക്കെന്തിനാ ഈ കാര്യത്തിൽ ഇത്ര താല്പര്യം? കുടുംബവും കുട്ടികളുമായി കഴിയുന്നവരെ ചെറിയ എന്തെങ്കിലും വഴക്കിൻ്റെ പേരിൽ തല്ലിപ്പിരിക്കാൻ ഇങ്ങനെ ഒറ്റത്തടിയായി നടക്കുന്നവർക്ക് വലിയ ഉത്സാഹമാണ്. മൃദുവിൽ ഒരു തരം പരിഹാസം. അവളുടെ തുറന്നു പറച്ചിലിൽ ഞെട്ടിപ്പോയി. മൃദു, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? എന്ത് കണ്ടിട്ടാണ് ഞാൻ നിന്റെ ജീവിതം നോക്കി അസൂയപ്പെടേണ്ടത് എന്നും കൂടി പറഞ്ഞിതാ. മാധുവിന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. മൃദു മറുവശം തിരിഞ്ഞു കിടന്നതേ ഉള്ളൂ. ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ തോളിൽ ഒരു കരം വന്ന് മുറുകിയപ്പോൾ മാധു ഞെട്ടി തിരിഞ്ഞു പിന്നോട്ട് നോക്കി. തൊട്ടുപിറകിൽ ഭാമ. അവളുടെ വിധി അവളുടെ കയ്യിലാണ്. അവളത് ഉള്ളം കയ്യിലിട്ട് ഞെരുക്കുകയാണ്, പുറംലോകം കാണിക്കാതെ. അത് അവളൊന്നും തുറന്നു കാട്ടാതെ നിനക്കെങ്ങനെ അത് തിരുത്തി എഴുതാൻ കഴിയും? അവളായിട്ട് തന്നെ അത് തിരുത്തി എഴുതുന്ന കാലം വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. മാധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ചുറ്റും കൂടി നിന്നവർ അത് കണ്ട് സന്തോഷിച്ചു. ഈ പുലി പോലെ വന്നത് എലി പോലെ പോയി എന്ന് കേട്ടിട്ടുണ്ടോ? തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ മാധുവിനെ നോക്കി സെബാസ്റ്റ്യൻ്റെ ഡയലോഗ് ഓടിയെത്തി. മാധു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സെബാസ്റ്റ്യനിലെ അതേ പുച്ഛം മൃദുലയിലും. സ്വയം തോറ്റാലും കുഴപ്പമില്ല, മാധുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ഭാവം അവളുടെ മുഖത്ത്. തോറ്റുപോകും മൃദു നീ ജീവിതത്തിൽ. നിന്റെ തീരുമാനം മാറ്റിക്കൂടെ? മാധു ഒരിക്കൽ കൂടെ മൃദുവിനെ നോക്കി കെഞ്ചി. തോറ്റുപോകുന്ന സമയത്ത് ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാകും എൻ്റെ ഒരേ ഒരു മോളുടെ ഒപ്പം, എൻ്റെ മൃദുലയുടെ ഒപ്പം. സെബാസ്റ്റ്യൻ മാധുവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് പപ്പ? അപ്രതീക്ഷിതമായി മാധുവിൻ്റെ ചോദ്യം സെബാസ്റ്റ്യനെ നടുക്കി. പറ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന്. മാധു അയാൾക്ക് നേരെ ചീറി. അയാൾ ഒന്നും തന്നെ മിണ്ടിയില്ല. പക്ഷേ അയാൾ വല്ലാതെ ഇറക്കുന്നുണ്ടായിരുന്നു. പറ, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് പറ. അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മാധു പിന്നെയും ചോദിച്ചു. AB നെഗറ്റീവ്. പറയുന്നതിനൊപ്പം അയാളുടെ തല കുനിഞ്ഞുപോയി.
തൊട്ടപ്പുറം മാറി നിന്ന അജ്മലിൻ്റെ കണ്ണുകളിൽ കഴിഞ്ഞ ദിവസം മകൾക്ക് അത്യാവശ്യമായി AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞു ഉരുകിയ സെബാസ്റ്റ്യൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ബ്ലഡ് കൊടുത്ത് നേരെ വിളിച്ചത് മാധുവിനെയാണ്. സെബാസ്റ്റ്യൻ മാധുവിൻ്റെ പപ്പയാണെന്നും താനും അവളും തമ്മിൽ പ്രേമം കൊണ്ട് പിടിച്ചതിന് ശേഷമാണ് അറിയുന്നത്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് പപ്പയുടെ ബ്ലഡ് ഗ്രൂപ്പും അത് തന്നെയാണെന്ന് മാധു പറഞ്ഞപ്പോൾ അയാൾ വില്ലനാവുകയായിരുന്നു. അത്രയും നികൃഷ്ടനായ വില്ലൻ. സ്വന്തം ശരീരത്തിൽ തന്നെ മക്കളെ രക്ഷിക്കാനുള്ള വഴിയുണ്ടായിട്ടും അയാൾക്ക് ഭയം സ്വല്പം രക്തം പകർന്നു കൊടുക്കാൻ പോലും ഈ ലോകത്ത് അയാൾ സ്നേഹിക്കുന്നത് അയാളുടെ വാശികളെ മാത്രമാണ്. അതിനപ്പുറം അയാൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. അതേവരെയും നിശബ്ദനായ അജ്മൽ സെബാസ്റ്റ്യന് നേരെ തിരിഞ്ഞു. എൻ്റെ ഉമ്മ നിങ്ങളോടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. ഒരു നല്ല മകനെ പോറ്റി വളർത്താൻ നട്ടലും ചങ്കുറപ്പുമുള്ള ഒരു സ്ത്രീ തന്നെ ധാരാളമെന്ന്. അതിന് സാർ ഉമ്മയോട് മുന്നേ പറഞ്ഞ ഒരു ആൺതുണ വേണ്ടെന്ന്. അത് പറയാൻ ഇപ്പോഴാണ് പറ്റിയ സമയമെന്ന് തോന്നുന്നു. അജ്മൽ ഒന്ന് ചിരിച്ചു. ഏറ്റവും ശാന്തമായി. സെബാസ്റ്റ്യന് കരണത്തടിയിട്ടിയ പോലെ തോന്നി. ഹൃദയം പൊടുന്നതിനെ ഒരു പേപ്പറും പേനയും എടുത്തു. ശ്വാസകോശം. നീ എന്തോന്നാ എഴുതുന്നത്? ഹൃദയം. എൻ്റെ രാജിക്കത്ത്. മിസ്റ്റർ തലച്ചോർ, കാലം കുറേയായി ഞാൻ ഇവിടെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. ഇന്നേ വരെ എനിക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. സെബാസ്റ്റ്യൻ എന്ന വൃത്തികെട്ടവൻ തലച്ചോർ പറയുന്നത് മാത്രം കേൾക്കുന്നു എങ്കിൽ എന്താണ് പിന്നെ ഇവിടെ എൻ്റെ റോൾ? മടുത്തു എനിക്ക്. ആയതിനാൽ ഈ ജോലിയിൽ നിന്നും എന്നെ മുക്തനാക്കി വേറെ വല്ല നല്ല മനുഷ്യരുടെയും ഉള്ളിലേക്ക് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വാക്കൻസിയിൽ ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹൃദയം. കുത്തുകോമ ഒപ്പ്. മൃദു അന്നേരവും ഒരിക്കലും സന്തോഷം കിട്ടാത്തൊരു ജീവിതത്തിലേക്കുള്ള യാത്രക്ക് മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു അലനൊപ്പം. അലൻ്റെ കയ്യിലെ ചരടുകൾ അവളെ ഇനിയും വരിഞ്ഞു മുറുക്കും എന്നറിയാതെ തന്നെ. സെബാസ്റ്റ്യൻ മൃദുലയെ വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിവിടാൻ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. അലൻ മൃദുലയ്ക്ക് ഒരിക്കലും കയറിപ്പോരാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പൊട്ടക്കിണർ നിർമ്മാണത്തിൻ്റെ പദ്ധതിയിലായിരുന്നു. മാധുവും ബാമയും അജ്മലും തങ്ങളുടെ മധുരം മാത്രം നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പിലായിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. ചില ജീവിതങ്ങൾ അങ്ങനെയാണ്. ആരൊക്കെ തള്ളി അകറ്റാൻ നോക്കിയാലും ചിലർക്ക് പൊട്ടക്കിണറ്റിൽ കിടക്കാനാകും ഇഷ്ടം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഒരു വാക്കോ വരിയോ എനിക്ക് വേണ്ടി.